12ാമത്തെ AICC കോൺഫറൻസിൽ എനിക്ക് കുടുംബമായി കടന്നു വന്ന് അറ്റൻഡ് ചെയ്യുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത് ഞാൻ ഈ സമയത്ത് സന്തോഷത്തോടെ ഓർക്കുകയും കർത്താവിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എന്നെ ക്ഷണിച്ച ഈ കോൺഫറൻസിൻ്റെ ലീഡർഷിപ്പിനോടുള്ള നന്ദിയെ കർത്തൃനാമത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. ദൈവം അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വിശേഷാൽ പാസ്റ്റർ ദിനേശൻ, തൻ്റെ കുടുംബം, പാസ്റ്റർ സാം ജോൺ കുടുംബം, മറ്റനുഗ്രഹീതരായ ദൈവദാസന്മാർ, നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വ്യക്തിപരമായി ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഈ കോൺഫറൻസ് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ ധ്യാനിക്കുകയായിരുന്നു ഈ 2-3 ദിവസം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമാണ് നമ്മൾ തിരഞ്ഞെടുത്തത്, പ്രൈസിങ് ഗോഡ് ഇൻ എ പെർവേഴ്സ് ജനറേഷൻ. അത് ലിവിങ് ദ ജീസസ് കൈൻഡ് ഓഫ് ലൈഫ് ദാറ്റ് പ്ലീസസ് ഗോഡ്. കർത്താവിന് പോലെ കർത്താവിൻ്റെ ആ ജീവിത ശൈലിയിൽ ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നത് എന്ന ആ ടൈറ്റിലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുകയായിരുന്നു. ആക്ച്വലി ഒരു പ്രസംഗമല്ല, പ്രസംഗ ശൈലിയല്ല, ഇറ്റ്സ് ഇസ് എ മെഡിറ്റേഷൻ. അതാണ് നമ്മൾ ഒരുമിച്ച് ചെയ്തത്. ഒരു ടോക്ക് പോലെ ഫ്രണ്ട്ലി നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ആ ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് ധ്യാനിക്കുകയാണ്. അല്ലാതെ പ്രസംഗ ശാസ്ത്രത്തിൻ്റെ എല്ലാ വശങ്ങളൊന്നും ചിന്തിച്ചും നോക്കിയും ഒന്നുമല്ല. ഇതെല്ലാം കൂടെ നോക്കുന്നത് തെറ്റാണെന്നുമല്ല. The most important thing is Jesus. അപ്പം നമ്മൾ അതിലാണ് ഇങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നത്. ദൈവദാസന്മാരാരോ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാഷനായി മാറണം. To see Jesus in the scriptures and follow him. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, ഞാനത് ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചതാണ്, ഒന്നുകൂടെ പറയാം. അതിൻ്റെ 39-ാം വാക്യം, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഭയങ്കര പണ്ഡിതന്മാരായിരുന്നു ഫാരിസീസ്. They were Bible scholars of their time. പക്ഷെ ജീസസ് പറയുക, you know so much of the Bible but you don't have life. അതെന്താ കാര്യം? You didn't come to me. അപ്പൊ ഈ ബൈബിൾ മുഴുവൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ജീസസ് ക്രൈസ്റ്റിനെയാണ്. ജീസസിനെ എത്രയും ഉള്ളിലാകുന്നോ അത്രയും ലൈഫ് ഉണ്ടാകും. വാസ്തവത്തിൽ ഈ 2 ദിവസവും നമ്മൾ ആരെയാ ഭക്ഷിച്ചുകൊണ്ടിരുന്നത്? അകത്ത് നമുക്ക് തന്നെ അറിയാം ലൈഫ് വ്യാപരിച്ചു. നിങ്ങളുടെ ചർച്ചകളിൽ നിരന്തരമായി എവറി സൺഡേ ഇഫ് യു സ്റ്റാർട്ട് ഇംപാർട്ടിങ് ജീസസ്, ആളുകൾ ട്രാൻസ്ഫോം ആകും. പ്രൈസ് ദി ലോർഡ്. അത് പഴയ നിയമത്തിൽ നിന്ന് എടുത്തോ പുതിയ നിയമത്തിൽ നിന്ന് എടുത്തോ, ദാറ്റ് ഇസ് നോട്ട് ദ ഇഷ്യൂ. The issue is Jesus. എന്നിട്ട് ഈ 5-ാം അധ്യായത്തിൽ കർത്താവ് അവരോട് പറയുകയാണ്, 45-ാം വാക്യം മുതൽ, ഞാൻ പിതാവിൻ്റെ മുന്നിൽ നിങ്ങളെ കുറ്റം ചുമത്തുമെന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നവൻ ഉണ്ട്. നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ. നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. When Jesus said that you believe Moses, മോശിക ഗ്രന്ഥങ്ങൾ പഴയ നിയമത്തെ കുറിച്ച് പറയുക. അവൻ ആരെക്കുറിച്ചാണ് എഴുതിയത്? എന്നെക്കുറിച്ചാണ് എഴുതിയത്. All the Old Testament is about Jesus Christ. എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ്, നമ്മൾ എങ്ങനെയാ ജീസസിനെ മിസ് ചെയ്തത്. ഈ കോൺഫറൻസ് നമ്മുടെ ജീവിതത്തിൽ ഇതൊന്ന് റീതിങ്ക് ചെയ്യാൻ ഇടയായി തീർന്നെങ്കിൽ ഇതൊരു വൻ വിജയമാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ചർച്ചിൽ നമുക്ക് പ്രസംഗമുണ്ട്, പാട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. 7 years നമ്മളൊക്കെ ഒത്തിരി വർഷമായി.
ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം, ഒത്തിരി കാര്യങ്ങൾ തെളിയിക്കാൻ അറിയാം, നമ്മുടെ ഉപദേശങ്ങളെല്ലാം ശരിയാണ്. Somewhere we miss Jesus. ജീസസ് പറയുന്നത്, you don't come to me for life. ഇതുകൊണ്ടാണ് അനേകർ പെന്തക്കോസ്തുകാരെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്നത് ശരിയാ, ജീവിതമില്ല. കാരണം ഇതാണ്, we didn't go to Jesus. യേശു നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മൾ മാറുകയാണ്. അപ്പൊ നമ്മുടെ ബൈബിൾ റീഡിങ്ങിന്റെ ആ പാറ്റേൺ തന്നെ മാറട്ടെ. വാട്ട് ഈസ് ദ സ്പിരിറ്റ് ഫിൽഡ് ലൈഫ്? ഓ, ആത്മനിറവൻ ജീവിതം. പുള്ളി ഒരു ആത്മനിറവുള്ള മനുഷ്യൻ കേട്ടോ. യു വിൽ ലുക്ക് ലൈക്ക് ജീസസ്. സ്പിരിറ്റ് ഫിൽഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ജീസസിനെ പോലെ അല്ല. ആത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകട്ടെ. ആത്മാവ് വന്ന് നമ്മൾ അന്യഭാഷ കൊണ്ട് തൃപ്തരാകരുത്. അന്യഭാഷയ്ക്ക് അതിന്റെ സ്ഥാനമുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ആത്മാവ് വന്നിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുദിനം നമ്മളെ അനുരൂപരാക്കാനാണ്. അതിന് നമ്മുടെ ഭാഗം, നമ്മൾ ആത്മാവിന് ഡെയിലി മിനിറ്റ് ബൈ മിനിറ്റ് ഈൽഡ് ചെയ്യണം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ അത്ഭുതകരമായ ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഈ വർഷം ഒരു നിയോഗം എനിക്കുണ്ടായി, ദാനിയേൽ പ്രവചനം പഠിക്കാനും ദാനിയേൽ പ്രവചനം ഒരിടത്ത് ഒരു ബൈബിൾ സ്റ്റഡിയായി പഠിപ്പിക്കാനുള്ള ഒരു നിയോഗം ഉണ്ടായി. അങ്ങനെ അത് ഞങ്ങൾ ചെയ്തു, അത് പൂർത്തീകരിച്ചു. ദാനിയേൽ പ്രവചനം എന്ന് പറയുന്നത് യഹൂദ പ്രവാസത്തിലേക്ക് പോയതാണ്. അപ്പൊ യഹൂദയോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിനെ കുറിച്ചൊക്കെ പഠിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെ ഇസ്രായേൽ വാസ് ഡിവൈഡഡ് ഇൻടു ടു, ഇസ്രായേൽ ആൻഡ് ജൂഡ. രണ്ടു കൂട്ടരും പ്രവാസത്തിൽ പോയി. ആ പ്രവാസത്തിൽ പോകാനുള്ള കാരണം എന്താണെന്ന് ഒറ്റ റീസൺ പറഞ്ഞാൽ, they were disobedient and rebellious to God. അതുകൊണ്ട് ദൈവം ഒത്തിരി പ്രവാചകന്മാരെ അയച്ചു. പക്ഷെ അവർ ഈ ആളുകളെയൊക്കെ കളിയാക്കി. ഒരു ദൈവം അവരെ അടിച്ചു. ഇസ്രായേലിനെ അടിച്ചു, അസൂര്യക്കാരെ പിടിച്ചുകൊണ്ട് പോയി. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് തെക്കേദേശമായ യഹൂദ. അവരും മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് ബാബിലോണിൽ നെബൂഖദ്നേസർ രാജാവിനെ അയച്ച് ഇവരെ പിടിച്ചുകൊണ്ട് പോയി. അപ്പൊ അതിങ്ങനെ വായിച്ച് ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ദൈവാത്മാവിനെ ഒരു വാക്യം കാണിച്ചത്, വിലാപങ്ങളുടെ പുസ്തകം ജെറമായാണ് വിലാപങ്ങൾ എഴുതിയിരിക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം, അതിന്റെ 14-ാം വാക്യം ആരെങ്കിലും ഒന്ന് ശബ്ദം. എന്താ പ്രവാസത്തിൽ പോയെന്നറിയാം? ഇവർക്ക് പാപബോധം വരുന്ന ദൂതുകൾ ആ കാലഘട്ടത്തിലെ ഫോൾസ് പ്രോഫറ്റ്സ് പറഞ്ഞില്ല. യിരെമ്യാവിനെ പോലുള്ള നല്ല പ്രവാചകനെ പറഞ്ഞപ്പോൾ അടി കൊടുത്തു വിട്ടു. മറ്റുള്ളവർ പറഞ്ഞു നന്മ വരും, മറ്റേതാണ്, വിടുതലാണ്, ഇതൊക്കെ പറഞ്ഞു. ദൈവാത്മാവ് യിരെമ്യാവിനോട് പറയാൻ, that is the reason you went into exile. ഞാൻ ഇതിന്റെ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ ഒന്ന് ശ്രദ്ധിച്ചു. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. Your prophets have said so many foolish things, false to the core. They did not save you from exile by pointing out your sins. Instead, they painted false pictures, filling you with false hopes. This is exactly what is going on. അതുകൊണ്ടാണ് ദൈവമക്കൾ പലരും പ്രവാസത്തിലായിരിക്കുന്നത്. ദൈവ സാന്നിധ്യമില്ല, ദൈവഹിതം എങ്ങനെയാ ഒന്നും അറിയത്തില്ല. All these false prophets ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിന് പകരം false hopes തന്ന് they come and prophesy and ഇതെല്ലാം and they destroy your life. കർത്താവ് എന്നോട് വളരെ ഹൃദ്യമായിട്ട് ഇടപെട്ടതാണ് ഞാൻ ധ്യാനിക്കുന്ന സമയത്ത്. ചർച്ചിൽ ഒരു റെമനന്റ് ഉണ്ട്, ഇന്ന് ഒരു ശേഷിപ്പുണ്ട്. ദൈവത്തിനൊരു ശേഷിപ്പ് എല്ലാ കാലത്തും ഉണ്ട്.
പക്ഷെ ഒത്തിരി എണ്ണം ദൈവസാന്നിധ്യവും ദൈവകൃപയും ഇല്ലാതെ ഭൗതികത്തിനും പിന്നെ സെക്യുലർ എഡ്യൂക്കേഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രയോറിറ്റിയാക്കി അവർ നിത്യജീവൻ അവർക്ക് നഷ്ടമായി പോവുകയാണ്. സ്തോത്രം. ജീവങ്കലേക്കുള്ള വാതിൽ ഇടുക്കമുള്ളതാണ്, വഴി ഞെരുക്കമുള്ളതാണ്, അതുവഴി സഞ്ചരിക്കുന്നവർ ചുരുക്കമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണ് തുറക്കട്ടെ. ഏറ്റവും വലിയ UK വന്നു. ദൈവം നിങ്ങളെ UK കണ്ടിരിക്കുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്. പക്ഷെ UK വന്ന നിങ്ങൾ ഇവിടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഗോഡ് മസ്റ്റ് ടേക്ക് ഗ്ലോറി ഇൻ യുവർ ലൈഫ്. അല്ലാതെ ഒരു ബിസിനസ്സും അല്ല. പിള്ളേരൊക്കെ പിന്നെ പഠിച്ചോളും, നോ പ്രോബ്ലം. ഞാൻ ഈ പിള്ളേരുടെ പഠിത്തവും ഈ സെക്യുലർ ഭ്രാന്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ ഞാനൊരു ഭ്രാന്തും കാണിച്ചില്ല. മൈ ഡോട്ടർ MG യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് 1 ഹോൾഡറാണ്. BEdന് MEdന് ഷി വാസ് റാങ്ക് 2. PhDക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. അവൾ ഇപ്പോൾ ഒരു മദറായി. പിന്നെ ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഐ ഡോണ്ട് തിങ്ക് ഷീസ് ഇൻട്രസ്റ്റഡ്. സെക്യുലർ എഡ്യൂക്കേഷൻ വേണ്ടെന്നല്ല പറഞ്ഞത്. ഇത് ഭ്രാന്താകരുത്. ഇവിടെ റാങ്ക് 1 വന്നപ്പോഴേ ഞാൻ ഇതിനെക്കുറിച്ച് മൈൻഡ് ചെയ്ത പോലുമില്ല. ഞാൻ പറഞ്ഞു, മോനെ, നമുക്ക് ഏറ്റവും വലുത് നിത്യജീവനാണ്. സ്തോത്രം. അതിനകത്തൊരു പ്രത്യേക ത്രില്ലൊന്നും എനിക്കില്ല. അപ്പൊ ഞാനിതിങ്ങനെ പറയാൻ ഇപ്പോൾ കാരണം ആളുകൾ എന്തെങ്കിലും ആകെതെന്ന് അറിയുന്നത് അങ്ങനല്ല. മൈ സൺ ഇസ് എഡ്യൂക്കേറ്റഡ്. BCom കഴിഞ്ഞിട്ട് തിയോളജിക്കൽ സ്റ്റഡീസ് അവൻ MTH സയാക്സ് എന്ന് പറയുന്ന ആ നല്ല സ്ഥാപനത്തില് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണ് അവന്റെ തീസിസ് ആയിരുന്നു ദ ബെസ്റ്റ് തീസിസ്. ഹി വർക്ക്സ് വെരി ഹാർഡ്. ഇപ്പൊ സദേൺ ഏഷ്യ ബൈബിൾ കോളേജിലെ ഒരു അധ്യാപകനാണ്. അതൊന്നും പഠിക്കണ്ട എന്ന് പറയുമ്പോൾ ആശയം മനസ്സിലാക്കണം. സെക്യുലർ എഡ്യൂക്കേഷൻ ഭ്രാന്താകരുത്. എല്ലാം നമ്പർ 1 is ജീസസ് ക്രൈസ്റ്റ്. ഇപ്പൊ പിള്ളേർ തോറ്റാലും വിഷയമല്ല. ചിലർക്ക് അതൊക്കെ ചങ്കുവേദന പോലെ, അയ്യോ തോറ്റുപോയോ, അതിനെന്തോ സോപ്പടപാട്. ജയിച്ചാൽ എന്നാ, തോറ്റാൽ എന്നാ, PhD എടുത്താൽ എന്നാ, ഇല്ലെന്തോ. We don't lose our sleep over all this. മെയിൻ വിഷയം എന്ന് പറയുന്നത് ആത്മീയമാണ്. And all these false people come, നിന്റെ മോൻ എഞ്ചിനീയർ ആകും, നിന്റെ മോൻ ഡോക്ടറാകും. ഇതാർക്കാ പറയാൻ വയ്യാതെ? അപ്പോഴത്തേക്ക് നമ്മുടെ കൈയടിക്കുന്നു, ആത്മീയമായിട്ട് കാണിക്കുന്നു. അങ്ങനെയാണ് ആട്ട്. ഇപ്പൊ എന്നോട് ഒരാൾ പ്രവചിക്കുക, നീ അമേരിക്കയിൽ നിൽക്കുന്നത് കാണുന്നു, സ്റ്റേജ് വഴി പോകുന്നതാണ്. പോയാലോ? ഒക്കെ പോയില്ലേലും പ്രശ്നമില്ല. എനിക്കതൊരു എക്സൈറ്റിംഗ് കാര്യമായിട്ട് തോന്നുന്നില്ല. അമേരിക്കയിൽ പോയി, ജപ്പാനിൽ പോയി, എന്നെന്തുവാ ദൈവം വെച്ചാൽ പോകണം, ഇല്ലേലും പ്രശ്നമില്ല. അതിലൊരു വീടുണ്ട്, അവിടെ ഇരിക്കും. ഇതൊന്നും അല്ല മേജർ കാര്യം. മേജർ കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുക. അതിലേക്ക് നമ്മുടെ മൈൻഡ് വരണം. യഹൂദയ്ക്കും ഇസ്രായേലിനും പറ്റിയതാണ് ഇപ്പോൾ ദൈവസഭയിൽ പറ്റിയിരിക്കുന്നത്. ഞാൻ വളരെ ഹൃദയവേദനയോടെയാണ് ഇത് പറയുന്നത്. നമ്മുടെ കണ്ണ് തുറക്കണം. കം ടു ദ റിയൽ തിങ്. The real thing is pleasing God. അതാണ് നമ്മുടെ ടൈറ്റിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. Pleasing God in this perverse generation. Perverse എന്നുള്ളത് വാസ്തവത്തിൽ ഞാൻ വ്യാഖ്യാനിച്ചില്ല. Actually, I told my son to give me എൻ്റെ കയ്യിൽ ഇവിടെ ഒന്നും റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ട് അവന് സേവിയസിന് ഇമെയിൽ അയച്ചു, perverse എന്താണെന്നൊക്കെ പറഞ്ഞ്. ഞാൻ പിന്നെ അതിനകത്തൊന്നും പോയില്ല. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഈ ദൈവവചന പ്രകാരം നടക്കാത്ത മുഴുവൻ പെർവേഴ്സാണ്. ഇസ്രായേൽ പെർവേഴ്സായിട്ട് പോയി, ജാതിക ആളുകൾ പെർവേഴ്സായിട്ട് പോയി, വചനവിരുദ്ധമായിട്ട് നമ്മൾ പോകുന്ന ഇസ് പെർവേഴ്സ്. അതിന്റെ നടുവിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മൾ വചനത്തിലേക്ക് മടങ്ങി വന്നാൽ നമുക്ക് വായിക്കാൻ വചനമുണ്ട്. ഈ വചനത്തെ മനുഷ്യരൂപത്തിലാക്കി നമ്മളെ നടത്തി കാണിക്കുക ജീസസ് ക്രൈസ്റ്റ്. നോക്കി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. എന്നിട്ട് ആത്മാവിനെ തന്നിരിക്കുക, ബലത്തോടെ അതുപോലെ ജീവിക്കുക. ഈ പ്രയോറിറ്റിയിലേക്ക് we must come back. ഇടയ്ക്ക് ചെവിടിയോ പാളം തെറ്റി. Praise the Lord. May the Lord help us. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 15 ഫ്രൂട്ട് എന്ന വിഷയം ബേസിക്കായിട്ട് നമ്മൾ തുടങ്ങി. യേശുക്രിസ്തുവിന്റെ ക്യാരക്ടറിനോട് നമ്മൾ ആ ഫ്രൂട്ടിനെ വ്യാഖ്യാനിച്ച്
ആത്മാവിന്റെ ഫലം എന്ന നിലയിലും വ്യാഖ്യാനിച്ചു. അപ്പം അതിന്റെ സീക്രട്ട് എന്ന് പറയുന്നത്, കർത്താവിന്റെ വചനങ്ങൾ നമ്മൾ അനുസരിച്ച് കർത്താവിൽ റിമെയിൻ ചെയ്യുക, അബൈഡ് ചെയ്യുക, വസിക്കുകയാണെങ്കിൽ കർത്താവ് തന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിലും സ്ഥിരമായി വന്ന് താമസിക്കും. അങ്ങനെ മ്യൂച്വൽ ഡ്വെല്ലിങ്ങിലാണ് ക്രിസ്തുവിന്റെ സ്വഭാവം ആത്മാവിനാൽ നമുക്ക് ലഭ്യം ആകുന്നത്. അപ്പൊ അതിനോടുള്ള ബന്ധത്തിൽ ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അത് നിങ്ങൾ ദയവായി ധ്യാനിക്കണം. യേശു ക്രിസ്തു 100% മനുഷ്യൻ. ഒരിക്കലും കൺഫ്യൂഷൻ വരരുത്. അവിടുത്തെ ദൈവത്വം മാറ്റിവെച്ചില്ല. ദൈവത്വം എല്ലാം കൂടെ ഇപ്പോൾ ഞാൻ ദൈവമല്ല മനുഷ്യൻ, അങ്ങനെയല്ല. ഹ്യൂമാനിറ്റി വാസ് ആഡഡ് ടു ഹിസ് ഡിവിനിറ്റി. ജീസസ് ഈസ് ഓൾവേസ് ഗോഡ്. ഗോഡ് cannot cease to be God. Praise the Lord. പക്ഷേ ഈ ലോകത്തിൽ ആത്മശക്തിയോടെ നമുക്ക് മാതൃക തരേണ്ടതിന് അവിടുന്ന് ഹ്യൂമാനിറ്റിയിൽ ഓവർകമ്മിങ് ലൈഫ് നമുക്ക് കാണിച്ചു തരികയാണ്. സ്തോത്രം. എല്ലാത്തിലും കർത്താവ് നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു, പക്ഷെ പാപം ചെയ്തില്ല. അതെന്താ നമുക്ക് തരുന്ന മെസ്സേജ്? പാപം ചെയ്യാതെ ജീവിക്കാൻ സാധിക്കും. ഓ ബ്രദറെ, നമ്മളൊക്കെ ബലഹീനല്ലേ ബ്രദറെ, അങ്ങനൊക്കെ അല്ലേ ബ്രദറെ. പണ്ട് എൻ്റെ ഒരു സ്നേഹിതന്റെ ഒരു CD ഞാൻ ഇങ്ങനെ കേട്ടു. ഇതുപോലെ ഒരു മെസ്സേജ് ഒരു ചർച്ചിൽ ചെന്ന് പറഞ്ഞു, യേശുവിനെ പോലെ ജീവിക്കണം, അങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് ജീവിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. എല്ലാവരും ടെൻസായി, യേശുവിനെ പോലെ ജീവിക്കണോ, എന്തോ ഈ മനുഷ്യൻ പറഞ്ഞു. ആളുകളെല്ലാം മുന്നിൽ, കാരണം ഇദ്ദേഹം നല്ല കറക്റ്റായിട്ട് വചനം വെച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞ് ലോക്കൽ പാസ്റ്റർ എഴുന്നേറ്റ് പറഞ്ഞു, പിന്നെ നമ്മുടെ പ്രിയ സഹോദരൻ പറഞ്ഞതൊക്കെ ശരിയാണ്, പിന്നെ നമുക്ക് കഴിവുള്ളിടത്തോളം. അപ്പോഴാളുകൾക്കൊരു ആശ്വാസമായത്, ഇതിനകത്തൊരു ചെറിയ പഴുതുണ്ടല്ലോ. സ്തോത്രം. പാപം കൂടാതെ ജീവിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. അതുകൊണ്ട് പെന്തക്കോസ്തുകാർക്ക് പാപമില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ ഉള്ളത്? വിശുദ്ധ ബലഹീനത. നമ്മളൊരിക്കലും, അവരെല്ലാം ഭാവികൾ. നമ്മൾ കുറവുകളും ബലഹീനതകളും ചില പോരായ്മകളും. സ്തോത്രം. ജീസസിനെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫിൽ സ്റ്റഡി ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ആൻഡ് കം ക്ലോസർ ടു ഹിം. യു ക്യാൻ ലിവ് ആൻ ഓവർകമ്മിങ് ലൈഫ്. അത് നമ്മൾ അല്പമായിട്ട് നോക്കിയിട്ട്, യേശുവിന്റെ സെൽഫ് ഡിനായൽ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്ന അനുഭവം. എൻ്റെ ശുശ്രൂഷക്കാരനും ആ അനുഭവം ഉണ്ടായിരിക്കണം. One who serves me, Jesus said, follow me. സെൽഫ് ഡിനായൽ, ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്ന അനുഭവം. 2, the humility of Jesus. അത് ഫിലിപ്പിയർ 2:5 മുതൽ നമ്മൾ കണ്ടതാണ്. ആ മനോഭാവമാണ് നമ്മളിൽ വേണ്ടതെന്ന്. കർത്താവ് 13-ാം അധ്യായത്തിൽ ഞങ്ങളിൽ വലിയവൻ ആരാണെന്നും പറഞ്ഞ് ശിഷ്യന്മാർ 11 പേരിയ്ക്കുമ്പോൾ അവിടെ കർത്താവ് എഴുന്നേറ്റ് പുറത്തെ വസ്ത്രം മാറ്റി വെച്ചിട്ട് അരയിൽ തോർത്ത് കൊടുത്ത് അവരുടെ ഓരോരുത്തരുടെയും കാൽ കഴുകിയിട്ട് തോർത്തുകൊണ്ട് തുടയ്ക്കുകയാണ്. He humbled himself like a servant. എന്നിട്ട് കർത്താവ് പറയുക, ഗുരുവും നാഥനുമായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ കാൽ കഴിയെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ആ മനോഭാവമാണ് വരേണ്ടത്. നിങ്ങൾ തമ്മിൽ കാല് കഴുകണം. എന്നിട്ട് നമ്മൾ അതിനെ തുടർന്ന് ഇന്ന് ആ സ്നേഹം എന്ന വിഷയത്തിലെ 1-2 കാര്യങ്ങളൂടെ നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-35, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന് പറഞ്ഞാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ചർച്ചകൾ ഈ ഒരു വിഷയം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. എത്ര ഡിസെപ്ഷനിലാണ് നമ്മൾ. പെന്തക്കോസ്റ്റിൽ എത്ര ഡിസെപ്ഷനിലാണ്. And we are thinking that we will be the first people to be raptured when Jesus comes. ഒരു കാര്യം ഞാൻ പറയാം, കർത്താവ് വരുമ്പോൾ അറിയാം ആര് പോവെന്നുള്ളത്. ഇതുപോലെ ജീവിച്ചില്ലെങ്കിൽ I will tell you നമ്മൾ കൈവിടപ്പെട്ടു. According to the word of God. Praise the Lord. അപ്പൊ സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. യോഹന്നാൻ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. കർത്താവിന്റെ പ്രൈവറ്റ് ടീച്ചിങ് ആണ്. കർത്താവ് ശിഷ്യന്മാർക്ക് ഏറ്റവും അവസാനം
ക്രൂശിന്മേൽ കയറുന്നതിന് മുൻപ്, യാഗമായി തീർന്നതിന് മുമ്പ് കർത്താവ് ഇമ്പാർട്ട് ചെയ്യുന്ന കുറെ ടീച്ചിങ്സ് ആണ്. അതിൽ 34 വാക്യത്തിൽ ഒരു പ്രയോഗം ഞാൻ ഇന്നലെ പറയാഞ്ഞത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക്. അത് പുതിയതാണോ? പഴയ നിയമത്തിലില്ലേ? പഴയ നിയമത്തിലുണ്ട് സ്നേഹിക്കണമെന്ന്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവത്തെ സ്നേഹിക്കണമെന്നും, ലേവ്യ പുസ്തകം 19:18 കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നും ഒക്കെയുള്ള കൽപ്പനകൾ ഉണ്ട്. പക്ഷെ പുതിയൊരു കൽപ്പന എന്ന് അവിടെ എഴുതിയിരിക്കുന്ന പ്രയോഗത്തിന്റെ അർത്ഥം, അതിന്റെ 2-ാം ഭാഗം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. അതാണ് പുതിയത്. സ്തോത്രം. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു എക്സാമ്പിൾ ഇല്ല, ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. പുതിയ നിയമത്തിൽ കർത്താവ് കാണിക്കുകയാണ്. ഇൻ ദാറ്റ് റെസ്പെക്റ്റ് ആണ് പുതിയ കൽപ്പന. പഴയ നിയമത്തിലും ദൈവത്തെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നും ഒക്കെയുള്ള കമാൻഡ്മെന്റ് ഇസ്രായേലിന് ഉണ്ടായിരുന്നു. അപ്പൊ ഈ റെസ്പെക്റ്റിലാണ് പുതിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ന്യൂ കമാൻഡ്മെന്റ് ഇൻ ദ സെൻസ് that it presented a higher standard of love. തന്നെത്താൻ ഇവൻ കൂട്ടുകാരന് വേണ്ടി മരിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക, അതുപോലുള്ളൊരു സാക്രിഫിഷ്യൽ ലവ് ആണ് ജീസസ് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ നിലയിലാണ് പുതിയ കൽപ്പന എന്ന് പറയുന്നത്. യോഹന്നാൻ 15:12, യോഹന്നാൻ 15:17 ഈ വിഷയം തന്നെ പിന്നെയും റിപ്പീറ്റഡായി കർത്താവ് പറയുന്നു. That means this commandment is obviously important because Jesus repeats it again and again. അതുപോലെ ലേഖനങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു, 1 യോഹന്നാന്റെ ലേഖനം is an exposition about the love. സ്തോത്രം. ഇത് ദൈവമക്കൾ പേഴ്സണലായിട്ട് ധ്യാനിക്കുക മാത്രമല്ല, നിങ്ങളൊക്കെ ചർച്ചിൽ ദൈവദാസന്മാരോട് പറഞ്ഞ് യോഹന്നാന്റെ ലേഖനമൊക്കെ ഒന്ന് പഠിക്കുക, എന്നിട്ട് ask the Holy Spirit to fill you അതുപോലെ സ്നേഹിക്കാൻ. Praise the Lord. And that make a difference. ഇന്നലെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. That is the mark that you are a disciple of Jesus Christ. കാരണം ലോകത്തിന് അറിയാൻ വയ്യാത്ത സ്നേഹമാണ്. അവിടെ സ്നേഹത്തിനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വാക്കാണ് ഗ്രീക്കില് അഗപ്പെ എന്ന പ്രയോഗം. അർത്ഥം എന്താ? പ്രതിഫല ഇച്ഛ കൂടാതെ സാക്രിഫിഷ്യലായി മറ്റൊരാളിനെ സ്നേഹിക്കുക. അയാൾ കൊള്ളാവുന്ന ഒരാളായിട്ടൊന്നുമല്ല, പക്ഷേ യു ലവ് ഹിം ബിയോണ്ട് ദാറ്റ്, സാക്രിഫിഷ്യലി, വിതൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. അങ്ങനെയല്ലേ ജീസസ് നമ്മളെയൊക്കെ സ്നേഹിച്ചത്. നമ്മളൊക്കെ വാസ്തവത്തിൽ നമ്മളെയൊക്കെ സ്നേഹിക്കാൻ കൊള്ളാം. സ്തോത്രം. ഇപ്പോഴല്ലേ നമ്മളിങ്ങനെ ഒരു വിശുദ്ധ ജീവിതമൊക്കെ ഏൽപ്പിച്ചത്. നമ്മളാരോ നമുക്കറിയുന്നില്ല നേരത്തെ. സ്നേഹിക്കാൻ കൊള്ളാവുന്ന പുള്ളികളൊക്കെ ആയിരുന്നു. But the Lord loved us. Hallelujah. അപ്പൊ ഇതുപോലെ സ്നേഹിപ്പാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞിട്ട് ആ ഭാഗം വിടുവാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അതിനൊരു ഡിവിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്, കൊമ്പും മുന്തിരിവള്ളിയും കൂടെ. 12-ാം വാക്യത്തിലും 17-ലുമാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസൈപ്പിൾസ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പറയുന്നത്. എന്താ അതിനകത്തെ മെസ്സേജ് ഡിവിഷനിലെ? ജീസസുമായിട്ട് ഒട്ടിയിരുന്ന് ജീസസിന്റെ സ്നേഹം അനുഭവിക്കുന്ന ഒരാളിന് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ശരിയാണെങ്കിൽ മാത്രമേ എനിക്ക് സഹോദരനെ സ്നേഹിക്കാൻ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇനി ഞാൻ ധ്യാനിച്ച വാസ്തവത്തില് ഇന്നലെ പറഞ്ഞ ചില വാക്യങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വാക്യത്തിലേക്ക് വരാം. 1 യോഹന്നാൻ 2:9 നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം. 1 യോഹന്നാൻ 3:15 സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം ആകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ അവന് നരകത്തിൽ പോവാണ്. ഓക്കെ. 1 യോഹന്നാൻ 4:20 ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇനി. 1 യോഹന്നാൻ 3:11 വായി കേൾക്കണം. ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മളെല്ലാരും ദൈവത്തിന്റെ മക്കളാണോ? വി ക്ലെയിം. പുസ്തകം പറയുന്ന കേട്ടെ, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു.
നീതി പ്രവർത്തിക്കാത്തവൻ, നീതി പ്രവർത്തിക്കാത്തവൻ, ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും, ആരും കോമ ഉണ്ടല്ലേ, ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിനുള്ളവനല്ല. പിശാചിന്റെ മോനാണ്. പിശാചിന്റെ മക്കളെല്ലാം കൂടെ കയറി കൈ അടിച്ചിട്ട് നമ്മൾ നല്ല ആരാധനയാണ്. ഒത്തിരി അടുത്താണ് നടക്കുന്നത്. നമുക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? കാരണം എന്താ? ഒരിക്കൽ പോലും നമുക്ക് ചിന്തയില്ല അങ്ങനെ കർത്താവ് നമ്മളെ വിളിക്കൂ. പക്ഷെ I tell you, Jesus will call you child of the devil എന്ന് തന്നെ വിളിക്കും. ദൈവവചനപ്രകാരം അല്ലെങ്കിൽ ഞാൻ ഒരു തെളിവ് തരാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 30-ാം വാക്യം വായിക്കാം. അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും അവനെ വിശ്വസിച്ചു. അപ്പൊ ഇവർ വിശ്വസിച്ചോ ഇല്ലയോ? വിശ്വസിച്ചു. അടുത്ത വാക്യം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. വിശ്വസിക്കുന്ന ആളുകളോട് പറയാണ് പോരാ, വചനത്തിൽ നിലനിൽക്കണം. അങ്ങനെയാണെങ്കിൽ എന്റെ വലിയ പ്രശ്നമുണ്ടായി. അവർക്ക് യേശു പറഞ്ഞ വാക്കുകളൊന്നും ഇഷ്ടപ്പെട്ടില്ല. താഴോട്ട് ഒരു ഡയലോഗാണ് നടക്കുന്നത് യേശുവും യഹൂദന്മാരും തമ്മിൽ. 44-ാം വാക്യം വായിക്കാം. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. തീർത്തു പറഞ്ഞു. ഇവരാരാ? യേശുവിൽ വിശ്വസിച്ചവരാണ്. യേശുവിൽ വിശ്വസിച്ചവരെ യേശു വിളിക്കുകയാണ്, യു ഗൈസ് ബിലോങ് ടു ദ ഡെവിൾ. അതെന്താണെന്നും താഴെയോട്ട് എഴുതിയിട്ടുണ്ട്. കയ്യിലിരിപ്പതാണെന്ന്. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്താ? പിശാചിന്റെ മോഹങ്ങളാണ് ചെയ്യാൻ ഇച്ഛിക്കുന്നു. പിന്നെ അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. നിക്കണം. സഹോദരനെ പയക്കുന്നവൻ കുലപാതകനാന്നല്ലേ നിങ്ങൾ തന്നെ വായിച്ചത്? ആണോ? ആദ്യം മുതലേ ഈ പുള്ളി കുലപാതകന്. എന്നിട്ട് അവനിൽ സത്യമില്ലായ കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. കള്ളം പറയുന്നവനാണ്. കള്ളം പറയുന്ന ബന്ധുക്കൂസുകാരുണ്ടോ? കള്ളം പറയത്തില്ല, സൂത്രം പറയുന്നില്ല. ഡെവിളിന്റെ സ്വഭാവം കാണിച്ചാൽ ആരാ അപ്പൻ? അങ്ങനൊന്നും പറഞ്ഞില്ല കേട്ടോ, ഞാൻ ബന്ധുക്കൂസില്ല. ഈ വലിയ ഭക്തജനത്തെ, യഹൂദന്മാരെ അവരുടെ പള്ളി കയറി തമ്പുരാൻ വിളിച്ചത് യു ബിലോങ് ടു ദ ഡബിൾ എന്ന്. അങ്ങനെയാണെങ്കിൽ ഏത് പൊന്നുമോനെയും വിളിക്കും വചനപ്രകാരം നടന്നില്ലെങ്കിൽ. നമ്മൾ ലവ് എന്ന വിഷയമാണ്. ഇതെത്ര സീരിയസ് ആണത്. പകയും വിദ്വേഷവും പിണക്കവും വെച്ചോണ്ടാണ് തമ്പേർ അടിച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ തമ്പേറിനകത്ത് അകാരിയിരിക്കുന്നത്. നോ, ഇവിടെ പിന്നെ തമ്പേറിന് പകരം മറ്റേ സാധനമായിരിക്കും. വിശുദ്ധ ജീവിതത്തിന് ഏൽപ്പിച്ച് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കാത്തവൻ he does not belong to God. ഇത് നമ്മളെ ഹിറ്റ് ചെയ്യണം, നമ്മൾ ധ്യാനിക്കണം, ഇരുന്ന് ചിന്തിക്കണം റിയലി. അല്ലെങ്കിൽ അവസാന ദിവസം നമ്മൾ ഷോക്ക്ഡായി പോകും. We will be terribly shocked. നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്മൾ ചിന്തിച്ചത് ഇവിടെ മെയിൻ ലൈൻ പെന്തക്കോസ്തിലെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അകട്ട് പോകാൻ ഞങ്ങളാണ് ഹോളിന് വേണ്ടി 5 സെന്റ് ഭൂമി കൊടുത്തത്. ഇതുകൊണ്ട് പ്രവൃത്തി പോകാതിരിക്കുന്നു. സംഘടനയുടെ പ്രധാനപ്പെട്ട ആള് വന്നപ്പോ ഞങ്ങളാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തത്. അതുകൊണ്ടെന്തോ these things don't count on the last day. Last day will count ചെയ്യുന്നത് whether you lived your life on earth in the pattern that Jesus showed you. സീരിയസ് ആണ് സംഗതി. കോൺഫറൻസ് കൊണ്ട് ഉണർവ് തീരരുത്. ടേക്ക് ഡൗൺ നോട്ട്സ്. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ തറച്ചിട്ടുണ്ടെങ്കിൽ ഗോ ഹോം ആൻഡ് സ്റ്റാർട്ട് മെഡിറ്റേറ്റിംഗ്. സ്തോത്രം. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് ആത്മീയ ജീവിതത്തിന് തടസ്സമുള്ള സകല ഘടകവും വെട്ടിമാറ്റണം. ഈവൻ ടു ദ പോയിന്റ് ജോലി റിസൈൻ ചെയ്യണമെന്നേ. അതെന്താ? നരകത്തിൽ പോകുന്നതിനെക്കാട്ടി നല്ല ജോലി വേണ്ട. കാരണം എനിക്കതാണ് തടസ്സം. എന്റെ ആത്മീയ ജീവിതത്തിൽ ഐ ഡോണ്ട് വാണ്ട് ടു വർക്ക്.
പാസ്റ്ററോട് വർക്ക് ചെയ്തില്ല എങ്ങനെ ജീവിക്കുന്നു? ആട്ടിപ്പോണം. ഇതിനേക്കാൾ എല്ലാം നല്ല സ്വർഗത്തിൽ പോകുന്നേ. അങ്ങനെ റാഡിക്കൽ ആകണം. അല്ലെങ്കിൽ കർത്താവ് ഗിവ് മീ അനദർ ജോബ്, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദിസ്. എന്നിട്ട് ജോബ് വരുന്നതിന് മുമ്പ് ഞാൻ റിസൈൻ. കാരണം അത്ര റാഡിക്കലാണ്. ഐ വാണ്ട് ടു ഫോളോ യു ഓൾ ദ വേ. കള്ളത്തരം കാണിക്കുന്ന ഒരു കമ്പനിയിലാണ് അക്കൗണ്ട് എല്ലാം കൂടെ മാറ്റി വെക്കുന്ന കള്ളത്തരമൊക്കെ കാണിക്കുന്ന ഇതാണ്. ഓക്കെ എന്നും പറഞ്ഞ് അത് തിരിമറി കാണിച്ചിട്ട് ഞായറാഴ്ച ഞാൻ വന്ന് പ്രബോധനം പറഞ്ഞ് കൈയടിച്ചോ ഒന്നും സുഹൃത്തിൽ പോവില്ല. ഇന്ത്യയിലുള്ള എത്രയോ പേര് ടാക്സ് വെട്ടിക്കുന്നവരാണെന്നറിയാം. ഈ ഹ്യൂജ് എമൗണ്ട് ലക്ഷക്കണക്കിന് രൂപ ഇവിടെ നിന്നെല്ലാം കൂടെ കളക്ട് ചെയ്ത് അവിടെ ചെന്ന് പിടി എവിടെയാണെന്നറിയാം. ഞാൻ വളരെ രസകരമായിട്ട് നോക്കി. ഈ വലിയ പുള്ളികളുടെ റേഷൻ കാർഡ് നോക്കണം. 300 രൂപ മാസം വരുവാൻ. 300 രൂപയ്ക്ക് എന്ത് കിട്ടും? ഗ്യാസ് ഊട്ടായി കിട്ടും. എന്തൊരു എന്നിട്ട് അവർ മിടുക്കരാണെന്ന് ചിന്തിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ റേഷൻ കാർഡിലൊക്കെ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മാതാപിതാക്കളെ വിളിച്ചു ചോദിക്കണം. അവരുടെ ആ വരുമാനത്തിനൊത്താണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഒരാളിനോട്, ഒരു യാക്കോബക്കാരോട് ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം സ്കൂളിലെ അധ്യാപകനാണ്. സ്കൂളിൽ ഏതാണ്ട് ക്ലറിക്കൽ പോസ്റ്റ് ഇരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കറക്റ്റ് ഇൻകമാണ് റേഷൻ കാർഡെ കാണിച്ചിരിക്കുന്നത്. ഒരു ഓർത്തഡോക്സുകാരൻ. അദ്ദേഹത്തിന് ചോദിച്ചു, എന്ത് ഈ ആളുകളൊക്കെ ഇങ്ങനെ 250 രൂപ 500 രൂപ 1000 രൂപ എന്നൊക്കെ എഴുതുന്നു? പുള്ളി പറഞ്ഞ ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് ആണ്. ഇത് പിടിവീഴുന്ന ഒരു ദിവസമുണ്ട്. എന്ത് തടസ്സമാണെങ്കിലും റാഡിക്കലാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവം കൃപ തരും. പ്രൈസ് ദി ലോർഡ്. എന്ത് സാക്രിഫൈസും. കാരണം എന്താ? നിത്യതയുടെ കാഴ്ചപ്പാടാണ്. ഈ ലോകം താൽക്കാലികമാണ്. സ്നേഹമുള്ളതും വലിയ വിഷയമാണ്. സ്തോത്രം. നമ്മുടെ ഇടയിലൊക്കെ ഇപ്പൊ 2-3 പാർട്ടികളാണ്. ഇവിടെ അല്ല, ഓരോ സംഘടനയിലൊക്കെ ഇന്നാരുടെ പാർട്ടി, പിന്നെ 3-ാം മുന്നണി. എല്ലാരും കൂടെ സ്വർഗത്തിൽ പോകാനിരിക്കുകയോ. സ്തോത്രം. എബി പാസ്റ്ററെ, ഇതൊക്കെ നാട്ടിൽ ഒന്ന് ചെന്ന് പറ. ഞാൻ എത്രയോ നാളുകളായിട്ട് ഇത് പറയുന്നു. എത്രയോ നാളുകളായിട്ട് TV-യിലൂടെ ഇത് പറയുന്നു. കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാം ഞാനിത് പറയുന്ന ആളുകളോട്, വാട്ട് യു ഡൂയിങ് ഇസ് റോങ്. ഇത് കണ്ട് വളരുന്ന തലമുറകൾ, ഹൗ ക്യാൻ യു സേവ് ദം? മെസ്ഡ് അപ്പ് ആയിരിക്കുകയാണ്. സ്തോത്രം. സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ആ വിഷയം വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. അപ്പൊ ഇന്നലെ കർത്താവിനെ നമ്മൾ കണ്ടത് തോർത്തുമായിട്ട് നിൽക്കുക. എന്തായിട്ട് നിൽക്കുക? ശിഷ്യന്മാരുടെ കാല് കഴുകുക. ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ കർത്താവ് ചാട്ടയുമായിട്ട് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ 2-ാം അധ്യായത്തിലെ 2-ാമത്തെ മേജർ കാര്യമാണ്. 1 മുതൽ അതിന്റെ 11 വരെയുള്ള വാക്യങ്ങളിൽ കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കുന്ന ആ വലിയ അത്ഭുതം. അതാണ് കർത്താവിന്റെ പബ്ലിക് മിനിസ്ട്രിയിലെ ഫസ്റ്റ് മിറക്കിൾ. ഈ 13 മുതലുള്ള വാക്യങ്ങളിൽ അടുത്ത ഒരു മേജർ കാര്യമാണ് കർത്താവ് ആലയത്തെ ശുദ്ധീകരിക്കുന്നത്. ദൈവവചനം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സിനോപ്റ്റിക് ഗോസ്പൽസ് ശ്രദ്ധിച്ചാൽ മത്തായി, മർക്കോസ്, ലൂക്കോസിൽ ഈ ആലയ ശുദ്ധീകരണം കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാനത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതൊരല്പം കൺഫ്യൂഷൻ ഈ സ്കോളേഴ്സിന്റെ ഇടയിൽ ഉണ്ട്. എൻ്റെ ഒരു ചിന്തയിൽ, ഒരു നിഗമനത്തിൽ, ബൈബിൾ സ്കോളേഴ്സ് ചിലർ ചിന്തിക്കുന്നതും അങ്ങനെയാണ്. കർത്താവ് 2 തവണ ആലയത്തെ ശുദ്ധീകരിച്ചു എന്നാണ്. ഒന്ന് പ്രാരംഭത്തിൽ, അതാണ് 2-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. മറ്റേത് കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ, അതാണ് സിനോപ്റ്റിക് ഗോസ്പൽസ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സിനോപ്റ്റിക് ഗോസ്പൽസിൽ ഇല്ലാത്തതാണ് ഇവിടെ ജോൺ എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ സംഭവം എന്താണ്? 13-ാം വാക്യം. യഹൂദന്മാരുടെ പെസഹ സമീപം ആകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറ് കൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും
കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. ശ്രദ്ധിക്കണം, പെസഹ പെരുന്നാളിന് ഓൾറെഡി ജെറുസലേമില് 10,000-കണക്കിന് ആളുകൾ റെസിഡന്റ് ആണ്. പെസഹ പെരുന്നാളിന് പല ഇടങ്ങളിൽ നിന്നും thousands and thousands of people ജെറുസലേമിൽ വരും. പലർക്കും ഇത് വലിയ സന്തോഷമാണ്. കാരണം ബിസിനസ് വർഷത്തിലൊന്ന് ശരിക്കും പച്ച പിടിക്കുന്നതാണ്. അപ്പൊ ഈ ബിസിനസ് ഇപ്പോൾ ദൈവം വസിക്കേണ്ട ദൈവത്തിന്റെ ആലയത്തിലാണ് ഇപ്പോൾ ബിസിനസ്. അത് ഔട്ടർ കോർട്ടിലാണ് ബിസിനസ് നടക്കുന്നത്. ഔട്ടർ കോർട്ടിന്റെ പ്രത്യേകത, ജാതീയ ആളുകൾ ജീവനുള്ള ദൈവമായ യാഹുവയെ അന്വേഷിച്ചു വരുന്നത് ഔട്ടർ കോർട്ടിലാണ്. അവർക്ക് അകത്തോട്ട് കയറാനൊന്നും പ്രവേശനമില്ല. അപ്പൊ യഹൂദൻ അവനെ സുവിശേഷീകരിക്കുന്നത്, ദൈവത്തെക്കുറിച്ച് പറയുന്നതൊക്കെ ഈ ഔട്ടർ കോർട്ടിൽ വെച്ചാണ്. പക്ഷേ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ഔട്ടർ കോർട്ടിൽ കച്ചവടമായി. അപ്പൊ കച്ചവടക്കാരുടെ ന്യായം ഇതാണ്: ഞങ്ങളൊരു സഹായം ചെയ്യുന്നതേ ഉള്ളൂ, ഒത്തിരി ദൂരെ നിന്നൊക്കെ ആളുകൾ വരും, ഇതിനൊക്കെ പാസോവറിന് തന്നെ ഇഷ്ടംപോലെ സാക്രിഫൈസ് നടക്കുക. ഈ സാക്രിഫൈസ് ആടിനെയും ചുമ്മിക്കൊണ്ട് ഇത്ര മൈലുകൾക്ക് അപ്പുറത്തുനിന്ന് വരുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാശ് കൊണ്ടുവന്നാൽ മതി, ആട് നമ്മുടെ നമ്മുടെ സ്വന്തം. അങ്ങനെ കച്ചവടമാക്കി. പിന്നെ ഒത്തിരി ദേശങ്ങളിൽ നിന്ന് വരുന്ന നാണയം ഇവിടെ പറ്റത്തില്ല. അപ്പം നാണയം ഒന്ന് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ അവിടെ ആളുകളുണ്ട്. പക്ഷെ ഇതിനകത്തെല്ലാം എക്സോർബിറ്റന്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് എടുക്കും. ഇതെല്ലാം അവര് കച്ചവടമായിട്ടാണ് കാണുന്നത്. ശരിക്കും അവിടെ പഠിച്ചാൽ മഹാപുരോഹിതൻ തൊട്ട് ഇതിനൊരൽപ്പം കമ്മീഷനും ഉണ്ട്. അങ്ങനെ ഇതിന്റെ സെറ്റപ്പ്. അപ്പൊ അവര് എല്ലാവരും പോകാന്നൊന്നും അവർ പറയത്തൊന്നുമില്ല. ഇതെല്ലാം അങ്ങനെ ഇരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഈ അന്തരീക്ഷത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷയുടെ ആരംഭത്തിൽ ജെറുസലേമിലേക്ക് വരുന്നത്. സ്തോത്രം. ആത്മപൂർണനായ ക്രിസ്തു ശിഷ്യന്മാർ കൂടെ ഉണ്ട്. ജെറുസലേമിലേക്ക് വരുമ്പോൾ നമ്മളൊരു ശുശ്രൂഷകനായിരുന്നെങ്കിൽ, നമ്മൾ സഹിക്കാൻ കിട്ടിയതായിരുന്നെങ്കിൽ മഹാപുരോഹിതനെ ഒന്ന് കാണാമല്ലേ. കച്ചവടമൊന്നും നമുക്ക് വിഷയമല്ല. അതൊക്കെ ബ്രദറെ നമുക്ക് ആരെയും മാറ്റാൻ നോക്കുന്നില്ല. അതൊക്കെ എങ്ങനെ ഒരു പോട്ടെ. പക്ഷെ നമുക്ക് അതിന് നടുവിൽ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്. അതാകയാൽ നമുക്ക് ആരെയാണെന്ന് കാണേണ്ടത്, ആരെയാണ് നമ്മൾ ആ നിലയിലാണ് നമ്മളെപ്പോഴും തോട്ട്. ജീസസ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ജീസസിന് അവിടെ താഴോട്ട് വായിക്കുമ്പോൾ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നൊക്കെയാണ്. ജീസസിന് സഹിക്കാൻ വയ്യാഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? എന്റെ പിതാവിന്റെ നാമത്തെ ഡിസോണർ ചെയ്തു. You want to follow Jesus? ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് കയറിയാൽ ഈ റാഡിക്കൽ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ അകത്ത് വരും. മറ്റേ പാസീവ് ഉണ്ടല്ലോ, ഓ നമ്മൾ ആരെ കുറിച്ച് എന്നാ ഒന്നും പറയാനൊന്നും നമ്മൾ കൊണ്ട് ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ, നമ്മൾ ദീസ് ഗൈസ് ആർ യൂസ്ലെസ് ഫെലോസ്. ജീസസിന്റെ സ്പിരിറ്റ് എങ്ങനെയാണ്? എന്നിട്ട് കർത്താവ് അവിടെ കയറിയിട്ട്, കർത്താവ് ആദ്യം പത്രോസേ ഞാനിപ്പോ ചാട്ട ഉണ്ടാക്കാൻ പോകാം കേട്ടോ, നീ കണ്ടോ ചില പരിപാടികൾ? ഓ കർത്താവ് പറഞ്ഞില്ല. He just sat there and he was making a whip with cords. ഈ കയറ് ഇവിടുന്ന് കിട്ടി, ഈ കാളയാടിനെ ഒക്കെ കെട്ടിയതായിരിക്കാം. ഇതെടുത്തിട്ട് അവിടെ ഇരുന്ന് മെല്ലെ പിരിക്കും. അവരെ ശിഷ്യന്മാരൊക്കെ നോക്കിയാണ് ഇതെന്ത് ചെയ്യുന്നത്? What ministry is this? They didn't understand. അവരൊന്നും മനസ്സിലാവുന്നില്ല. ഇതെല്ലാം അങ്ങോട്ട് പിരിച്ചു കഴിഞ്ഞിട്ട് he took them by surprise. ഇറങ്ങടാന്ന് പറഞ്ഞു, get out of here. അവരുടെ ആ ടേബിൾസ് എല്ലാം കൂടെ കർത്താവ് മറിച്ചിട്ടു. എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞു. This is my father's house. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, do you care for the honor of God? ദൈവസഭകളിൽ ഇന്ന് കച്ചവടമുണ്ടോ? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇന്ന് കച്ചവടമാണ്. പക്ഷേ പ്രതികരിക്കാൻ ശേഷിയാക്കില്ല. ഓ നമ്മളിപ്പോ എന്നാ പറയുന്നത്, അവരൊക്കെ വലിയ ആളുകൾ, നമ്മൾ കർത്താവിനത് വിഷയമേ അല്ല. കർത്താവിനോട് നമ്മളൊന്ന് ചോദിക്കാം, മഹാപുരോഹിതനൊക്കെ എന്തോ ചിന്തിക്കും. I don't care. I am doing my father's will. Pleasing the father എന്നുള്ള ഒറ്റ അജണ്ടയേ ഉള്ളൂ കർത്താവിന്.
എന്റെ ഹിതം നടക്കരുത്, പിതാവിന്റെ ഹിതം. You want to please the Father? This is the way. Praise the Lord. Hallelujah. ഇത് പലർക്ക് ആത്മാവ് അങ്ങനെ പ്രവർത്തിക്കുമോ? നിങ്ങൾ ആത്മപൂർണ്ണനാണെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ദൈവം ഉപയോഗിക്കും. Praise the Lord. റിലീജിയസ് സിസ്റ്റം കർത്താവിന്റെ വിഷയമല്ല. ഇനി എന്തേലാട്ടെ ശിഷ്യന്മാര് നമ്മളെ കുറിച്ച് എന്ത് തോന്നുന്നു? സ്വതന്ത്രം കർത്താവിന് അതും വിഷയമല്ല. ഇനി ഇത് ഏതായാലും ചാട്ടം ഉണ്ടാക്കുന്ന നേരിട്ട് മുന്നറിയിപ്പ് കൊടുത്തില്ല. ഇത് കഴിഞ്ഞിട്ട് അവരോട് പറയാം, പിന്നെ എടേ ഞാൻ ചുമ്മാ ഒരു നമ്പർ ഇട്ടാലേ. കർത്താവെല്ലാം പറഞ്ഞു അവരെന്താ ചെയ്തു പോകുന്നത്? I will do the Father's will. Praise the Lord. Hallelujah. ഇനിയും കേൾക്കണം. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടത്തുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇതിനെ അപ്ലൈ ചെയ്യും എന്ന് എനിക്കറിയില്ല. ജീസസ് ഈ റാഡിക്കൽ ആക്ഷൻ എടുത്തു. ഒരു ആപ്ലിക്കേഷൻ ഇന്ന് ഇതുപോലെ കച്ചവടം ഉണ്ട്. നമ്പർ 1, ഞാൻ കേൾക്കുന്നത് നമ്മുടെ നാട്ടിലെ വലിയ സ്റ്റേജുകളൊക്കെ കിട്ടാൻ പൈസ കൊടുക്കണമെന്നാണ്. വലിയ ജനറൽ കൺവെൻഷൻ പ്രസംഗിക്കണമെങ്കിൽ അതിന് തുകയുണ്ട്. തുക കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു ചാൻസ് തരും. അതേക്കാട്ടിൽ അല്പം റേറ്റ് കുറവാണെങ്കിൽ എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ ഒരു ചാൻസ്. കച്ചവടമല്ലേ ഇത്? ഇവിടെ ചാട്ടയാണ്. Praise the Lord. Hallelujah. Sotram. These people are doing business in the house of God. Hallelujah. ക്രിസ്തുവിന്റെ ആത്മാവിനാലാണ് ഭരിക്കപ്പെട്ടത്. അപ്പൊ നമുക്കിപ്പോ തോന്നില്ലേ, ഇന്നലെ വരെ പുള്ളി പറഞ്ഞ ടൗല് കൊണ്ട് നിൽക്കുന്നത് ഇതിലുണ്ടോ മാറിയത്? ഞാൻ പറഞ്ഞില്ലേ, ആസ് ദ ലോർഡ് ലീഡ്സ്. നിങ്ങൾക്ക് ഞാൻ തരിക സ്റ്റഡി ജീസസ്. സ്ക്രിപ്ചറിൽ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറിയാൽ മനുഷ്യൻ എന്ത് വിചാരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് വിഷയമല്ല. ഗലാത്യ ലേഖനം 1-ാം അധ്യായം എന്താ പൗലോസ് എഴുതിയത്? 10-ാം അധ്യായത്തില്, ഇഫ് യു വാണ്ട് ടു പ്ലീസ് ഗോഡ് യു കനോട്ട് പ്ലീസ് മാൻ. നമുക്ക് നേതാവിനെയും വേണം, ദൈവത്തെയും വേണം. ചത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണം. ഇവിടെ നമുക്ക് നേതാവിനെയും വേണം. പണി നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പാസ്റ്റർ എല്ലാരും എതിരാകത്തില്ലേ? ആകും. But you will please your Father in heaven. Praise the Lord. അപ്പൊ കച്ചവടത്തിന്റെ വിവിധ കാര്യം. രണ്ടാമത്തെ കച്ചവടത്തിന്റെ ഇതാണ്, സഭ വേണയിൽ പ്രധാന മൂപ്പൻ എന്തോ കൊടുക്കണം? കൈമണി എന്നുള്ളത് കൈക്കൂലി. അതാണ് നാട്ടിൽ എത്രയോ അടുത്ത് ഒരു നല്ല സഭ വേണം പാസ്റ്റർ. അതിന് തോന്നുന്നുണ്ട് എല്ലായിടത്തും അല്ലേ, പലയിടങ്ങളിൽ കച്ചവടമല്ലേ അത്. പിന്നെ കൊടുക്കുന്നവൻ കണക്കൂട്ടുന്ന എന്താണെന്നറിയാമോ? എടാ പോട്ടെ, നല്ല സഭ കിട്ടിയാൽ നമുക്ക് മേക്കപ്പ് ചെയ്യാമല്ലോ. ഇതാണ് അവൻ ഇതിനകത്ത് കയറിയുള്ള വിപ്രാന്തിയെ നമ്മൾ കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സീ, ഈ സിസ്റ്റത്തിനകത്ത് ദൈവമക്കളൊന്ന് സടകുടഞ്ഞ് എഴുന്നേരെ, ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേരെ. ഇതെന്റെ പിതാവിന്റെ ആലയമാ. You cannot dishonor the name of my Father in heaven. Praise the Lord. ആ എരിവ് നമ്മുടെ അകത്ത് വരണം. ആലയത്തെ കുറിച്ചുള്ള എരിവ്. പിന്നെ മൂന്നാമത്തെ കച്ചവടം കാസറ്റ് വിൽപ്പന. എന്റെ പാട്ടാ കേട്ടോ, നല്ലപോലെ ഞാൻ പാടിയിരിക്കുകയാണ്. വേറെ ആർക്കും ഇതുപോലെ പാടാൻ ഒക്കത്തില്ല. എന്റെ പ്രസംഗം കേട്ടോ, നല്ല മെസ്സേജ്. വേറെ ആർക്കും ഇതുപോലെ പ്രസംഗിക്കുന്നത്. കാസറ്റ് കച്ചവടം, ബുക്ക് കച്ചവടം, എന്തെല്ലാം കച്ചവടം. ദീസ് ഗൈസ് വാട്ട് ദേ ഹാവ് ടു ഡു. ഇതും പുസ്തകമായിട്ടൊക്കെ എന്താ ബന്ധം? ഹല്ലേലൂയ. പിന്നെ പ്രസംഗിക്കാൻ വരണമെങ്കിൽ റേറ്റ് ഇട്ട് വരിക. അതിൽ ഞങ്ങൾ സെറ്റപ്പുമായിട്ടാണ് വരുന്നത്. What is all this? നമ്മൾ ഇതൊക്കെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തിരിക്കുക. ഇങ്ങനെയൊക്കെ ആയിരിക്കും. സ്തോത്രം, 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 സ്തോത്രം. ഇവിടെ ഒരു കർത്താവിന്റെ ദാസൻ ഇപ്പോഴാണ്, കർത്താവേ, ഇതിന്റെ നടുവിൽ ആത്മാവിന്റെ നിറവ് വരുന്ന കൈകൊട്ടി തീർക്കരുത്. അകത്ത് ഹോളി സ്പിരിറ്റ് വ്യാപരിച്ചാൽ എഴുന്നേറ്റ് നിൽക്കണം കർത്താവ്.
ജീസസിനെ നിങ്ങൾ നോക്ക്. He is not bothered about who will. അല്ല, ശുശ്രൂഷയുടെ വഴികൾ അവര് നടച്ചാലോ? ജീസസിന് വല്ല വിഷയമുണ്ടോ? ജീസസിന് വേണ്ടി ദൈവം വഴി തുറന്നെങ്കിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറന്നു. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഭൂമിയിലെ ഒരുത്തനുമല്ല ശുശ്രൂഷ തരുന്നതും വഴി തുറക്കുന്നതും. ഇത് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. ഞാൻ എന്റെ പിള്ളേരുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴും പഠിത്തക്കാരാണ്, എനിക്ക് വലിയ പഠിത്തമൊന്നുമില്ല. ഞാനെങ്ങും അച്ഛാ നമുക്കൊരു വിചാരിക്കണം, ഞാൻ ആരോടും പറയാറില്ല. എനിക്കിതൊന്നും വിഷയവുമല്ല. എന്റെ പണി കർത്താവിന്റെ വചനം വായിക്കുക, ധ്യാനിക്കുക, അത് ഒരുങ്ങുക, ഇതൊക്കെയാ വഴി. ദൈവത്തിന് ആവശ്യമെങ്കിൽ പ്രദേശത്ത് നിർത്തുക. ദൈവത്തിന് ആവശ്യമില്ലാത്തവർ നമ്മളിതിനെ വലിയ പോകുന്നു. നമ്മൾ മനസ്സിലാക്കണം, ശുശ്രൂഷ ഒരുത്തന്റെ കയ്യിലല്ല. ഒരു സംഘടന നേതാവിന് നിങ്ങളുടെ ശുശ്രൂഷ ഒന്നും ചെയ്യാൻ കഴിയില്ല. Believe it. Look at Jesus. അവിടെ ചെന്ന മഹാപുരോഹിതന്മാരൊക്കെ അന്തം വിട്ടുപോയി. ഇതെന്തൊരു ധൈര്യം, ഇതാ ആരാ അധികാരം തന്നതൊക്കെ ചോദിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. This is what we see there. അതുകൊണ്ട് ഇന്നും കച്ചവടങ്ങളുണ്ട്, ഇന്നും ബ്രൈബുകളുണ്ട്. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ, ജീസസിന്റെ നേച്ചർ ആകുമ്പോൾ പ്രതികരിക്കും. വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ല, അങ്ങനെ ഒരു ദൂത് കിട്ടരുത്. ആത്മാവാണ് നമുക്കിത് ചെയ്യേണ്ടത്. പക്ഷെ ആത്മാവ് ചെയ്യുമ്പോഴും നമ്മൾ ഇങ്ങനെയുള്ളവരെ എങ്ങനെയാ, പുള്ളി എപ്പോഴും എന്ന വിമർശനവും വഴക്കും ഒക്കെയാണ്. കേട്ടിട്ടില്ലേ? എന്താണ് ഇയാൾ പറയുന്നത്? ഇത് ദൈവവചനമാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ചില വഴക്കാളികളുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ ഈ ഇവരുടെ കൂടെ ചേർന്ന് വഴക്കുണ്ടാക്കണം, അങ്ങനെയുള്ളവരുടെ കാര്യമല്ല. ആത്മാവിലാൽ നയിക്കപ്പെട്ട ആത്മപൂർണ്ണർ ദൈവത്തിന്റെ വായായി നിൽക്കും. അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള എരിവാണ്. ജീസസ് ആ മോഡലാണ്. അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഉണ്ടാകരുത് മനഃപൂർവ്വമായിട്ട് എവിടെയും ചെന്ന് അടിപിടിയിൽ കൂടുന്നതാണ്. സത്യത്തിന് വേണ്ടിയും പ്രമാണത്തിന് വേണ്ടിയും വിശുദ്ധിക്ക് വേണ്ടിയും വേർപാടിന് വേണ്ടിയും വചന അടിസ്ഥാനത്തിൽ ഒരു ശബ്ദം ദൈവത്തിനുണ്ട്, ഇന്ന് ഭൂമിയിലുണ്ട്, ഒരു റെമനന്റ് ഉണ്ട്. ഫോളോ ജീസസ്, യു വിൽ ബിക്കം എ റാഡിക്കൽ ക്രിസ്ത്യൻ, അൺകോംപ്രമൈസിംഗ് ക്രിസ്ത്യൻ. നേതാക്കന്മാർ നിങ്ങൾക്ക് എതിരാവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലാതെ അത് പക്ഷേ നമുക്കൊരു ഡിപ്ലോമാറ്റിക് വേയിൽ അങ്ങ് കൈകാര്യം ചെയ്താലോ എന്ന് പറഞ്ഞാൽ എങ്ങനെ? നമ്മുടെ അങ്ങനെയൊക്കെ നല്ല കേട്ടോ സ്വത്രം നമുക്കൊന്ന് ഒന്നുകൊടുത്ത് അതുകൊണ്ട് അടുത്ത വർഷം നമുക്കിങ്ങനെ കച്ചവടമൊന്നും നടത്താതെ സൂക്ഷിക്കണം. നോ ഡിപ്ലോമസി. ചാട്ടം ഉണ്ടാക്കേണ്ടടുത്ത് കർത്താവ് ഉണ്ടാക്കി. There is no compromise. Hallelujah. Okay. രണ്ടാം അധ്യായം കഴിഞ്ഞ് let me take you a little further. മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ ഈ മഹാപുരോഹിതന്മാരും അവരുടെ മുൻപിലാണല്ലോ കർത്താവ് ഇതെല്ലാം ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 23 വരുമ്പോൾ അത് പരീശന്മാർക്കെതിരെയുള്ള ഒരു ദൂതാണ്. 7 തവണ കർത്താവ് വിളിച്ചു, യു ഹിപ്പോക്രിറ്റ്സ്. എന്നിട്ട് അവിടെ തന്നെ യു ബ്ലൈൻഡ് ഫൂൾസ്, അവിടെ തന്നെ യു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്. ആരാ ഇവര്? They are the scholars of that time. പണ്ഡിതന്മാർക്കെതിരെ യേശു നിൽക്കുക. എന്താ അതിന്റെ വിഷയം? പാണ്ഡിത്യം ഉള്ളതിനെയും തിന്മയായി പോയോ? അതല്ല വിഷയം. മത്തായി 23 25 വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് വായിക്കാമോ? നിങ്ങൾക്ക് ഹാ കഷ്ടം, കേട്ടോ? ഇതാണ് വിഷയം. ദാറ്റ് ഈസ് ഹിപ്പോക്രസി. എന്നിട്ട് താഴെ അടുത്ത വാക്യം, അവരുടെ അതിന്റെ അകം വെടിപ്പാക്കുക. അടുത്ത്
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ കഷ്ടം. വെള്ളതേച്ച ശവക്കലകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥിയും അടുത്തത് സകലവിധ അശുദ്ധി നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാരെന്നും മനുഷ്യർക്ക് തോന്നുന്നു. അകമോ കപടഭക്തിയും. ഇതിനെതിരെയാ കർത്താവ് നിന്നത്. ആ കാലഘട്ടത്തിലെ നേതൃത്വം, ആ കാലഘട്ടത്തിലെ സ്കോളേഴ്സ് ഭയങ്കര മെസ്സേജുകളും പരിപാടികളും ഒക്കെയാണ്. പക്ഷെ അവരുടെ ഉള്ള് അവരുടെ പ്രീച്ചിങ്ങിനോട് അലൈൻഡ് അല്ലായിരുന്നു. ലിസൺ ടു മീ വെരി കെയർഫുള്ളി. നിങ്ങൾക്കറിയാമോ, ഉപദേശം ശരിയായതുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ലെന്നുള്ളത്. ആ ഉപദേശം അനുസരിച്ച് ജീവിക്കണം. ഞങ്ങൾക്ക് ഉപദേശം കറക്റ്റാ കേട്ടോ, അവിടെ നിനക്ക് എന്നാ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്, യു ഹിപ്പോക്രറ്റ്സ്. ഇതിന്റെ മെസ്സേജ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞൊരു ബൈബിളുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയെന്നറിയാം കർത്താവ് വിളിക്കുന്നത്? യു ഫ്രോഡ്സ്. ക്രിസ്തുവിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ടാൽ, ഇഫ് യു വാണ്ട് ടു ഫോളോ ജീസസ്, ഭയങ്കര പണ്ഡിതന്മാരായ മത നേതൃത്വം ലീഡേഴ്സിനെ വിളിക്കുകയാണ് ഫ്രോഡുകളെ. He was a prophetic voice. Hallelujah. Praise the Lord. അല്ലാതെ അവർക്ക് ഊണൊരുക്കി കൊടുത്ത് 100 പൗണ്ട് കൊടുക്കുന്നതല്ല വിശുദ്ധി. നമ്മൾ അങ്ങനെയാ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. സ്തോത്രം. ഫ്രോഡിനെ ഫ്രോഡെന്ന് വിളിക്കുന്നതാണ് ദൈവകൃപ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ജീസസ് അത് ചെയ്തു. പരീശന്മാർക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചു. ഈവൻ ഗിരിപ്രഭാഷണത്തിൽ പോലും ഇൻ എ വേ കർത്താവ് പഠിപ്പിക്കുന്ന അതാണ്. നിങ്ങളുടെ നീതി, പരീശന്റെയും ശാസ്ത്രിയുടെ നീതിയെ എന്ന് പറഞ്ഞാൽ ആ നീതി കൊണ്ടാണ് സ്വർഗ്ഗത്തിൽ നിങ്ങൾ പോകത്തില്ല. അവരുടെ എല്ലാം പുറത്തുള്ള നീതിയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അവരുടെ പുളിച്ച മാവാകുന്ന കപടഭക്തി സൂക്ഷിച്ചുകൊള്ളു. ഇവർ പലരും ദ്രവ്യാഗ്രഹികളായിരുന്നു ഈ നേതാക്കന്മാര്. അതിനൊക്കെ എതിരെ സംസാരിച്ചു. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ we become like Christ. ഹല്ലേലൂയ. സ്തോത്രം. മുന്നോട്ട് പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യം, അറിയാമെന്ന വാക്യം വായിക്കാമോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ദയവായി ശ്രദ്ധിക്കണം ഈ സമയത്ത്. ഹോളി സ്പിരിറ്റിനാൽ നിങ്ങൾ ഫിൽഡ് ആണെങ്കിൽ, ജീസസിനെ നിങ്ങൾ അനുഗമിക്കുകയാണെങ്കിൽ, യു വിൽ നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ എനിവൺ. സ്വന്തം അമ്മ മറിയയാണ് പറയുന്നത്, വീഞ്ഞ് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്താ എന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? പിതാവ് നാഴിക വെച്ചിട്ടുണ്ട്. ജീസസിന്റെ പരസ്യ ശുശ്രൂഷയിൽ he moved in the timetable of his father. പക്ഷെ നമ്മളോ മമ്മിയല്ലേ പറഞ്ഞേ, യോ പപ്പ പറയുന്ന കാര്യം എനിക്ക് തള്ളാൻ ഒക്കത്തില്ല കേട്ടോ. യു cannot follow Jesus. തെറ്റിദ്ധരിക്കരുത്. അമ്മയോടും അപ്പനോടുമുള്ള ഉത്തരവാദിത്വം വേണ്ടെന്നല്ല പറയുന്നത്. ക്രൂശിൽ കിടക്കുമ്പോഴും he made arrangement for his mother. പക്ഷേ മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ, ദൈവത്തിന്റെ ഹിതത്തോടുള്ള ബന്ധത്തിൽ, he never allowed himself to be influenced by anyone. Okay? അടുത്തതല്ലേ 11-ാം അധ്യായം 3-ാം വാക്യം. കേട്ടോ? ആരെ? ഏത് സഹോദരി അത്? വായിച്ച ആളിന് അറിയാം. കണ്ടോ? അവന്റെ അടുക്കൽ ആളയച്ചു. എന്തിനു വേണ്ടി? നമ്മുടെ അടുത്ത്, ലണ്ടനിലായിരിക്കുന്ന നിങ്ങളുടെ അടുത്ത്, ബ്രിസ്റ്റോളിൽ നിന്നോ ലിവർപൂളിൽ നിന്നോ പെട്ടെന്ന് ഒരു ഫോൺ വരികയാണ്. പെട്ടെന്ന് വരണം കേട്ടോ, എന്നാണ് വിഷയം. നമ്മളെന്താ വണ്ടി സ്റ്റാർട്ട് പോവാന്നുള്ളത് എന്താ? അയ്യോ നമുക്ക് ഒരിക്കൽ എത്ര ഇവിടെ പോയി ഉണ്ടതാണ് എന്തെല്ലാം ഭയങ്കര ഇതാണ്. 5-ാം വാക്യം 6-ാം വാക്യം നോക്കി.
യേശു മാർത്തിയെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നെന്ന് കേട്ടാതെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. എന്നിട്ടും 2 ദിവസം കഴിഞ്ഞിട്ട് he is not influenced. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആളിനെ ചിലപ്പോൾ ആൾക്ക് മനസ്സിലാവില്ല. Really tell you. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മുടെ ബുദ്ധിക്ക് ഇത് ബഥാന്യയിൽ ശരിക്കും നിങ്ങൾ ബഥാന്യയിലെ ആ കുടുംബത്തെ പഠിച്ചാൽ പാരമ്പര്യം എല്ലാം വിട്ടിട്ട് മാർത്ത ഡോറ് തുറന്ന് ബൈബിൾ സ്റ്റഡി നടന്നുകൊണ്ടിരുന്ന ഭവനമാണ്. മാർത്തയെയും മറിയെയും ലാസറിനെയും കർത്താവ് സ്നേഹിച്ചു. കർത്താവിനെ അവർക്കൊരാവശ്യം വന്നിരിക്കുക. അന്നേരം ലാസർ മരിച്ചൊന്നുമില്ല. നിനക്ക് പ്രിയനായവൻ ദിനം പ്ലീസ് കം, പ്ലീസ് ഡു കം. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. You want to follow Jesus? Don't be influenced by any people. അതെന്താ? മിനിറ്റ് ബൈ മിനിറ്റ് പിതാവിന്റെ ഹിതമാണ്. ഓക്കെ, 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു സംഭവം നടക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 7-ാം വാക്യം. അതിന്റെ ശേഷം അവൻ ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദയിലേക്ക് പോവുക എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് പറയാം സാർമാരെ പോവാം. ശിഷ്യന്മാർ അവനോട് റബ്ബീ, നീ യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു വേണ്ട. അപ്പൊ നമ്മളത് എന്ന് പറയും, ശരിയാ ജോർജ് കുട്ടി, നീ ഏതായാലും അങ്ങനെ ഓർച്ചല്ലോടാ. Jesus was no, I'm going. I have to wake up Lazarus. അമ്മ പറയുന്നു, സ്നേഹിച്ച മാർത്തയുടെ ഭവനം, മാർത്തയും മറിയയും കൂടെ അപ്പീൽ കൊടുക്കുന്നു. ശിഷ്യന്മാർ പറയുന്നു, പിതാവിന്റെ ഇഷ്ടത്തിൽ നിന്ന് he will not move. What about you? സ്തോത്രം. You want to follow Jesus? In this perverse generation, ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ follow the attitude of Jesus. ഈ ടോപ്പിക്കിൽ തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 6-ലേക്ക് കടന്നു വരിക. 6-ലൊക്കെ വലിയ ഉണർവുണ്ടായി, ഭയങ്കര ഉണർവുണ്ടായി. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. 5 അപ്പം 2 മീനും കൊണ്ടേ അത്ഭുതം നടന്നപ്പം എന്തുണ്ടായി? ഭയങ്കര ഉണർവുണ്ടായി. അടുത്ത ദിവസം യോഗത്തിന് ഭയങ്കര ആള് വന്നു. യോഗത്തിന് ഇഷ്ടംപോലെ ആള് വരണമെന്ന് ആർക്കാ ഇഷ്ടമില്ലാതെ? പാസ്റ്റർമാർ ഇടിയിച്ചാൽ ഭയങ്കര ആഗ്രഹമാണ്. 2-3 കാര്യം ചെയ്യണം. സൂപ്പർ വചനമായിരിക്കണം. വരുന്നതെല്ലാം രോഗികൾ സൗഖ്യമാണ്. യോഗം കഴിഞ്ഞ് ശാപ്പാട് പോകും. ഈ 3 കാര്യമുണ്ടോ ഹൗസ് ഹോൾഡ്? അടുത്ത ദിവസം ആളെല്ലാം കൂടെ വന്നു. ഈ ക്രൗഡിനൊരു ഭയങ്കര പവറുണ്ട്. ക്രൗഡിനൊരു പവറുണ്ട്. നിങ്ങൾക്കത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. അനേക ശുശ്രൂഷകന്മാരെ ട്രാപ്പ് ചെയ്യുന്നത് ഈ ക്രൗഡ് പവർ. ഇപ്പൊ ഞാൻ ചിലറൊക്കെ എന്ന് പറയും, നിങ്ങളെല്ലാം കൂടെ കൈയടിക്കുന്നു, അതൊരു പവർ. അപ്പൊ ഞാൻ അതിനകത്താവും. ഇതെല്ലാം പോയി എന്താ അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ച്. കാരണം നമ്മൾ അതാ ഭയങ്കര ട്രാപ്പായത്. ക്രൗഡ് എന്ന് പറയുന്ന ക്രൗഡിനൊത്ത് നമ്മൾ തുള്ളിപ്പോവും. ജീസസിന്റെ അടുത്ത് ഇവര് പ്രാർത്ഥിച്ചോ കൂടുതൽ ചോദിച്ചോ ഒന്നുമില്ല. അവർക്ക് വിശക്കുന്ന മനസ്സിലായി കർത്താവ് റൊട്ടി കൊടുത്തു. അടുത്ത ദിവസം വരുമ്പോൾ അവർക്ക് വിശ്വാസമാണ്, കർത്താവ് വിശ്വാസം. കാരണം ഇത് ഇന്നും വന്നുകൊണ്ട്. പക്ഷെ ഇവര് വരുന്ന വരവ് കണ്ടോണ്ട് തന്നെ കർത്താവ് പറഞ്ഞു, ഇന്നലത്തെ വിഷയം നിനക്ക് മനസ്സിലായിട്ടില്ല. നീ കുബൂസ് തിന്നാൻ വരിക, തിന്നാൻ മാത്രം നീ വരിക. He was not influenced by crowd. ലൂക്കോസ് 14:25 ഏറിയ പുരുഷാരം അവന്റെ പിന്നാലെ പോകുമ്പോൾ തിരിഞ്ഞ് അവരോട്, നമ്മളന്ന് എന്ത് പറയും? തിരിഞ്ഞ് പറഞ്ഞ എന്താണെന്നറിയാം? അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും പയക്കാത്ത എന്തിനാണ് വെറുതെ വരുന്നത്? എൻ്റെ കൂടെ വന്നിട്ട് കാര്യമില്ല. ക്രൗഡിനോട് പറയാൻ നോക്കും, എന്താ ഇത് കാണിക്കുന്നത്? He was not
ഇൻഫ്ലുവൻസ്ഡ് ബൈ ക്രൗഡ്. 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ് കുബൂസ് നീ അടിക്കാൻ വന്നതാണ്, ഇന്ന് അത്ഭുതമില്ല, അത്ഭുതം ചെയ്തില്ല. നമ്മുടെ അത്ഭുതക്കാർക്ക് എല്ലാ ദിവസവും അത്ഭുതമാണ്. ജീസസ് 2-ാം ദിവസം വന്നപ്പോ he did not do a miracle. അതെന്താ? he was led by the Holy Spirit. അന്ന് ടീച്ചിങ് കൊടുത്തു, എന്നെ തിന്നുന്നവൻ എൻ മൂലം. യോഗം കഴിഞ്ഞപ്പോ ക്രൗഡ് പറഞ്ഞു ഇതൊന്നും കേൾക്കാനല്ലേ ഞങ്ങൾ വന്നു. വല്ലതും ഉണ്ടോ? ടച്ച് എന്തുവരെ ഉണ്ടോ? ഇല്ലെങ്കിൽ ഞങ്ങൾ പോവാം. അവരെല്ലാം അങ്ങ് പോയി. ക്രൗഡ് എല്ലാം കൂടെ നിങ്ങളുടെ ചർച്ച ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ ഇപ്പൊ 50 പേരുണ്ട്, 100 പേരുണ്ട്. ഭാര്യയും മക്കളും എല്ലാം കൂടെ പിന്നെ 1-2 സഹോദരന്മാരിൽ നിന്ന് ബാക്കി 90 പേര് 100 അങ്ങ് പോവാ ഒരു ദിവസം. നമ്മളെന്ത് ചെയ്യും? എല്ലാവരും ഫോൺ ചെയ്യും. ഞാൻ പറഞ്ഞാലും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമില്ല കേട്ടോ, അങ്ങനൊന്നും അല്ല. നമ്മളെല്ലാവരും ഒന്ന് ബലപ്പെടുത്തി. പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ എല്ലാ വീടും ഒന്ന് സഞ്ചരിക്കല്ലേ, എല്ലായിടത്തും ഒന്ന് പോയി ഇവിടെ സ്തോത്രം നമ്മൾ ഇത്രയും നാൾ നിന്നതല്ലേ, നമ്മളങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം പിടിച്ച് എല്ലാവരെയും ഒന്ന് കൂടെ അതിനകത്തൊന്നൊരു 10-50 പിന്നെ തിരിച്ച് കിട്ടും. പോകുന്ന പോക്കില് ജീസസ് ശിഷ്യന്മാരെ വന്നിട്ടുണ്ട്. അവരോട് പറഞ്ഞു എന്നാ നോക്കിയിരിക്കുന്നത്, പോ വേണേ പോ. He was not influenced. Oh, what a ministry, what a life. നമ്മുടെ വിഷയം എന്താണെന്നറിയോ? ഇവൻ പോകുന്നതിലല്ല, ആളുകളെന്ത് പറയും, സഹകുട്ടി എന്ന് പറയത്തില്ല. നമ്മുടെ വിഷയമല്ല, ആളുകൾ എന്തു പറയും, എന്തോ പറയും, ആളുകൾ എന്തു പറയും. ജീസസ് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. കാരണം he wants to please his father. ഫാദർ പറഞ്ഞത് പറഞ്ഞു. ഫാദർ പറഞ്ഞു ഇന്ന് മിറക്കിൾ ഇല്ല, ടുഡേസ് ടീച്ചിങ് ചെയ്തു. ആളുകൾക്ക് ഇഷ്ടമല്ല, that's up to you. ഞങ്ങളെല്ലാം വിട്ടുപോകുക, up to you. എന്തൊരു സ്വാതന്ത്ര്യമാണ് അങ്ങനെ ജീവിക്കാൻ, അല്ലേ? നമുക്ക് എന്തൊരു ടെൻഷനാ. അയ്യോ, കഴിഞ്ഞ ദിവസം അവന് ചാക്കോച്ചൻ വിളിച്ചപ്പോഴേ എനിക്കറിയാം വലിയ ഒപ്പിക്കുമെന്ന്. നമുക്കൊക്കെ ടെൻഷനാ. രാത്രിയിലും ചാക്കോ പോയാൽ എന്താ ഗുണപ്പെടണേ കൂടെ നോക്കി. You don't bother about all this. If you are in the perfect will of God. ഇനി ദൈവത്തിന്റെ ദാസൻ അല്ലെങ്കിൽ മനുഷ്യന്റെ ദാസനാണ്, ഇതിന്റെയൊക്കെ പുറകെ നമ്മൾ പോകേണ്ടി വരും. Hallelujah. Praise the Lord. See, we are getting Jesus inside. ഇതൊക്കെ എനിക്ക് ഒന്നത്രയില്ല. Following Jesus. Hallelujah. ഇനി നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ always see ജീസസ് എന്താ പറഞ്ഞ, ജീസസ് എന്താ അങ്ങനെ ചെയ്തത്, ജീസസ് ഇങ്ങനെ അങ്ങനെ ദൈവാത്മാവോട് he will teach you. He will teach you. ക്രൗഡ് ഇൻഫ്ലുവൻസ് ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. ക്രൗഡിന് നിങ്ങളുടെ പ്രസംഗം മാറ്റാൻ കഴിയും. സപ്പോസ് നിങ്ങളുടെ ചർച്ചയിൽ ഒരു പക്ഷെങ്കിൽ നിങ്ങളിൽ ചില ദൈവദാസന്മാരോട് അങ്ങനെ പറഞ്ഞിരിക്കും, ഇങ്ങനെയുള്ളതൊന്നുമല്ല ഞങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ എന്ത് ചെയ്യും? എന്നാ പിന്നെ വേറെ ഒരു നിലയിലേക്ക് കാണാം. ശുശ്രൂഷ അവിടം കൊണ്ട് കട്ട്. കാരണം മേളിൽ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ അജണ്ട. നിങ്ങളുടെ അജണ്ട എന്തായിരുന്നു? അത് നിങ്ങൾക്കൊരു ടെസ്റ്റാണ്. ക്രൗഡ് പവറാണത്. ക്രൗഡിന് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. ജീസസ് വാസ് നെവർ മാനിപ്പുലേറ്റഡ്. സ്വന്തം റിലേഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ അനുവദിച്ചില്ല. ശിഷ്യന്മാർ മാനിപ്പുലേറ്റ് ചെയ്യാൻ അനുവദിച്ചില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന കുടുംബങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ അനുവദിച്ചില്ല. മാസ് ക്രൗഡ്. കർത്താവിന് ഒന്നും ഷെയിമില്ല. എല്ലാവരും വിട്ടേച്ചു പോയി. കൂടി ആരുണ്ട്? 12 പേരിൽ ഒരുത്തനെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞ ഒരുത്തൻ ഒരുത്തൻ പിശാചാണ്. നിങ്ങൾക്കറിയാമോ, 7-ാം അധ്യായത്തിൽ ഇതേ ചൊല്ലി കളിയാക്കിയാണ് സ്വന്തം സഹോദരന്മാർ കർത്താവിനോട് പറഞ്ഞത്, നിനക്ക് ഈ വലിയ ശക്തിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഉത്സവത്തിന് പോകും, അവിടെ ഒരു 2 ഐറ്റംസ് ഒക്കെ കാണിച്ചാൽ ആള് വരുമെന്ന്. അത് ഈ ബാക്ക്ഗ്രൗണ്ടിലാണ്. ഇപ്പൊ സഭയിൽ ആരും ഇല്ലല്ലോ, നിനക്ക് കൃപയൊക്കെ ഇല്ലേ, ഐറ്റംസ് 2 എണ്ണം. ഉടനെ കർത്താവ് പറയാം, ശരി അച്ഛാ, അച്ഛൻ പറയുന്ന പോലെ എന്നാ ഞാൻ അങ്ങോട്ടൊന്ന് പോയി രോഗികളൊക്കെ എന്ത് മുന്നോട്ട് വന്നാട്ടെ. ജീസസ് പറഞ്ഞ എന്താണെന്നറിയാം അവരോട്? സ്വന്തം സഹോദരന്മാരാ. നിങ്ങൾക്ക് എപ്പോഴും സമയമാണല്ലോ, എപ്പോഴും നിങ്ങൾ പോയിക്കും, എന്റെ സമയം ഇപ്പോഴും ആയിട്ടില്ല. അവര് പോയി കഴിഞ്ഞ് യേശു ആത്മനിറവുള്ളവൻ എല്ലാവരുടെയും കൂടെ പോത്തുമില്ല. സ്തോത്രം.
Hallelujah. How Jesus was pleasing his father. Mother's influence and half brothers sister, അവരുടെ ഇൻഫ്ലുവൻസ്, crowd, ഒന്നും വിഷയമാണ്. ഒറ്റ ഗോൾ. What my father says, I will do. You want to follow Jesus? Heavy price ആണ് കൊടുക്കേണ്ടത്. അല്ലാതെ പപ്പായും വേണം, മമ്മിയും വേണം, എല്ലാരെയും വേണം. അളിയനെ എനിക്ക് ഒട്ടും അമ്മാച്ചന്റെ കാര്യവും പാപ്പന്റെ കാര്യവും ഓർത്താ ഇതെല്ലാം. എന്നിട്ട് ദൈവത്തെയും കാഹളന്നൊരിക്കുമ്പോൾ നമുക്കെല്ലാം പോവുകയും വേണം. How is that even possible? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. റിലേഷൻഷിപ്പ് വേണ്ടെന്നല്ല പറഞ്ഞത്. ക്രിസ്തുവിലാകുമ്പോൾ റിലേഷൻഷിപ്പിന് കുറച്ചുകൂടെ സ്നേഹമാണ് ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നിങ്ങളെ മാറ്റാൻ റിലേഷൻസോ സ്നേഹിതരെയോ അനുവദിക്കരുത്. ആത്മപൂർണനായ ക്രിസ്തു ആ മാതൃകയാണ് കാണിക്കുന്നത്. ചിലർക്ക് സ്നാനപ്പെടാൻ ആരാ തടസ്സം? ഓരോരുത്തരാണ് തടസ്സം, അല്ലേ? How can you please God? Praise the Lord. Hallelujah. Okay, let's move on. നമുക്ക് even he was not influenced by rich people. അതൊരു ഭയങ്കര ബന്ധനമാണ്. ഒരു കൂടിയ പുള്ളി ഇവിടെ ഒരു മൾട്ടിപ്പിൾ, നിങ്ങൾക്ക് എല്ലാം അറിയാൻ ആഴ്ചപ്പെട്ട നിങ്ങൾ സഭയിലോട്ട് വരിക, അവിടെ അതിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്ന ഇവിടെ ഒരു കസേര എടുത്ത് കൊടുക്കണം. നിക്കോദിമോസ് എന്ന് പറയുന്ന പരമഭക്തൻ, വലിയ മതപണ്ഡിതൻ, ജീസസിന്റെ മുൻപിൽ രാത്രി നിന്നിട്ട് ജീസസിനെ കളിയാക്കിയൊന്നുമില്ല. ജീസസിനെ കുറിച്ച് പറഞ്ഞു തന്നറിയോ? കൃത്യമായിട്ടും അവിടുന്ന് ദൈവം അയച്ചു വന്നത്. കാരണം ഞങ്ങളുടെ ഒന്നും മിനിസ്ട്രി ഇങ്ങനെ നടന്നിട്ടില്ല. പട്ടാപ്പകൽ ഞാൻ കണ്ട അത്ഭുതങ്ങൾ നടക്കുന്നത്. യു ആർ സെന്റ് ഫ്രം ഗോഡ്. അത്രയും പറഞ്ഞാൽ നമുക്ക് ഒരു അധ്യായം ഇതുപോലെ. യെരുശലേമിലെ 3 പണക്കാരിൽ ഒരു വലിയ പണക്കാരനാണ് ദിസ് നിക്കോഡിമോസ്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു ചെറിയ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഹി വാസ് എ വെരി വെരി റിച്ച് മാൻ, പ്ലസ് ഹി വാസ് എ സ്കോളർ. അദ്ദേഹം യെരുശലേമിൽ ബൈബിൾ സ്റ്റഡി എടുക്കുന്നവനാ. ഈ മനുഷ്യനാണ് രാത്രി വന്ന് കർത്താവിന്റെ അടുക്കൽ നിൽക്കുന്നത്. ജീസസ് മുഖത്ത് നോക്കി പറഞ്ഞെന്നറിയോ? പുള്ളി പറഞ്ഞുമായിട്ട് ഒരു ബന്ധമില്ലാത്തപോലെ നമുക്ക് തോന്നുന്നു. ജീസസ് പറഞ്ഞു, നീ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. നീ പുതിയതായിട്ട് ജനിച്ചില്ലെങ്കിൽ യു ഗോയിങ് ടു ഹെൽ. ഹി വാസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ റിച്ച് പീപ്പിൾ. Follow Jesus. Follow Jesus. Hallelujah. Stotram. Very rich people come to my church. Stotram. Never influenced by them. Praise the Lord. Hallelujah. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങളുടെ സ്റ്റാൻഡ് ഞങ്ങൾ കീപ്പ് ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ സംഘടനകളിലെല്ലാം നടക്കുന്നത്. ഈ വലിയ അച്ചായന്മാരുടെ അടുത്ത് ഈ ഡോളറും ഡിനാറും പൗണ്ടും ഒക്കെ ഉള്ളവര് പാപം ചെയ്താൽ കൂടെ വലിയ പുള്ളികൾ കണ്ണടയ്ക്കും. എന്താ കാര്യം? That is not the spirit of Jesus Christ. യേശുവിനെ നിങ്ങൾക്ക് അനുഗമിക്കണോ? യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. He was not influenced. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്ന് പറയുന്നത് പാട്ട് പാടുമ്പോൾ താളം തെറ്റിക്കുന്ന അനുഭവം മാത്രമല്ല. ആത്മാവകത്ത് വന്നാൽ ഈ സ്വഭാവം നമ്മുടെ അകത്താവും. എന്ന് പറഞ്ഞാൽ ഒരാളിനെ റെസ്പെക്റ്റ് ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെ വിളിച്ച ദൈവിക വിളിയിൽ നിന്ന് മാറ്റുന്നതിൽ ഇൻഫ്ലുവൻസ്ഡ് ആകത്തില്ല. രാഷ്ട്രീയക്കാരോട് എങ്ങനെയായിരുന്നു കർത്താവ് പെരുമാറിയത്? നമ്മുടെ ആളുകൾ ഇതെല്ലാം മറന്നുപോയി. നമുക്കിന്ന് വേണ്ടത് ആരെയാ? ഇല്ലേ, നമുക്കൊക്കത്തില്ല. ഉദ്ഘാടനം ഇനി അവസാനം ഓടി വരുന്നത് ഞങ്ങൾ കേൾക്കാൻ ഇയാൾ പ്രസംഗിക്കോടെ ചെയ്യുമെന്ന് പറയുന്ന ദിവസം വരുമെന്നാ തോന്നുന്നത്. സ്തോത്രം. ഹല്ലേലൂയ.
ടു നോട്ട് ബി ഇൻഫ്ലുവൻസ്. ജീസസ് ഇൻഫ്ലുവൻസ് അല്ലായിരുന്നു. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കണം. ഒരു ചെറിയ വാക്യം. അവൻ യഹൂദദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. മതി. അവൻ യഹൂദ്യ ദേശം വിട്ടു ഗലീലയിലേക്ക് യാത്രയായി. ശ്രദ്ധിച്ചേക്കണം, ദയവായി ശ്രദ്ധിക്കണം. അവിടെ നിന്ന് 2 കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിടാനുണ്ടായ കാരണം. 2, ഗലീലയിലേക്കുള്ള യാത്ര. നമ്പർ 1, വിടാനുണ്ടായ കാരണം. 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുമെന്ന് പരീശന്മാർ കേട്ടു എന്ന കർത്താവ് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചത് കാരണം അവൻ യഹൂദ്യദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവിടെ നിർത്തണം. എന്തുകൊണ്ടാണ്? ഒരു ലളിത ട്രാൻസ്ലേഷൻ. ജീസസ് റിയലൈസ്ഡ് that the Pharisees were keeping count of the baptisms that he and John performed. They had posted the score that Jesus was ahead, turning him and John into rivals in the eyes of people. ശ്രദ്ധിക്കണം, ഇത് ഭയങ്കര വിഷയമാണ്. പരീശന്മാരുടെ ഒരു നമ്പർ എന്താണെന്നറിയാമോ? യോഹന്നാൻ സ്നാപകന്റെയും ജീസസിന്റെയും മിനിസ്ട്രി നിങ്ങൾ ശ്രദ്ധിച്ചാൽ, യേശു രംഗപ്രവേശനം ചെയ്യുന്ന സമയത്ത് യോഹന്നാന്റെ ശുശ്രൂഷ അസ്തമിക്കുക. ദൈവം അങ്ങനെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ചെറിയ കാലഘട്ടം ഇരുവരുടെയും ശുശ്രൂഷ ഓവർലാപ്പ് ചെയ്തു. 2 പേരും ശുശ്രൂഷിക്കുന്ന ഒരു ഘട്ടം വന്നു. അപ്പൊ ശ്രദ്ധിക്കണം, 2 പേരും ആ കാലഘട്ടത്തിലെ ഏറ്റവും പോപ്പുലർ പ്രസംഗികളാണ്. 2 പേരുടെ ഉപദേശത്തിൽ സ്നാനം ഉണ്ട്. 2 പേർക്കും ശിഷ്യന്മാരും ഉണ്ട്. ഇവരുടെ ഇടയിൽ ഒരു അല്പം വിഷയവും ഉണ്ടായി. അത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഒരു ചെറിയ വിഷയം ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായത് ഒരു സൂചനയുണ്ട്. ഒന്ന് വായിക്കാമോ? അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യേശു സ്നാനം കഴിപ്പിച്ചുകൊണ്ട് ഇരുന്നു. അടുത്തത്, യോഹന്നാനും സലേമിനും അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ 2 പേരും സ്നാനം കഴിപ്പിക്കുക. ഓക്കെ, ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ, ഇനി ശ്രദ്ധിക്കണം, യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ചൊരു വാദമുണ്ടായി. അവിടെ ശുദ്ധീകരണത്തെ കുറിച്ചൊരു വാദമുണ്ടായെന്നുള്ളത് ഒരു പക്ഷെങ്കിൽ സ്നാനത്തെ കുറിച്ചാകാനാണ് സാധ്യത. ഓക്കെ, താഴോട്ട് വായിക്കാം. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട് റബ്ബി, യോർദാനക്കരെ നിന്നോട് കൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അസൂയായി. നമ്മളുടെ ഇത് തന്നെ പ്രശ്നം. 2 പേരും പോപ്പുലറാണ്, 2 പേരും സ്നാനപ്പെടുത്തുന്നുണ്ട്, 2 പേർക്കും ശിഷ്യന്മാരുണ്ട്. ഒരു ദിവസം ശിഷ്യന്മാർ വന്ന് നീ സാക്ഷ്യം പറഞ്ഞ ആളെല്ലാം പോയി. അവർക്കത് ഉൾക്കൊള്ളാൻ വയ്യ, സഹിക്കാൻ വയ്യ. എന്താ വിഷയം? ഇവിടെ ഞങ്ങളുടെ നേതാവ് ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുകയാണ്. ആളെല്ലാം എന്തോ ക്രൂസൈഡുകളായിരുന്നു. ഇപ്പൊ തൊണ്ട് ആളെല്ലാം പുതുതായിട്ട് വന്ന പ്രസംഗം എടുത്തു പോകുന്നു. ആളെല്ലാം അങ്ങോട്ട് പോകുന്നു. സ്തോത്രം. നീ സാക്ഷീകരിച്ച അവന്റെ അടുക്കൽ ആളുകൾ പോകുന്നു. ഇതിന് ആത്മപൂർണനായ യോഹന്നാന്റെ മറുപടി കൂടെ ഞാൻ പറയാം. അതിനു മുൻപ് 4-ാം അധ്യായത്തിൽ സ്ഥലം വിടാൻ കാരണം എന്താണെന്ന് ഞാൻ പറയുക. അപ്പൊ ഇങ്ങനെ എക്സിസ്റ്റിംഗ് ഒരു ടെൻഷൻ ഉണ്ട്.
അപ്പൊ ആ ടെൻഷനിൽ ഈ ശിഷ്യന്മാര് വന്നപ്പോ ആത്മപൂർണനായവൻ യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നവൻ പറഞ്ഞ മറുപടി താഴെ വായിക്കാം. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനെ ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തു അല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവൻ എത്രയെന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. എടാ മോനെ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ല, ഞാനല്ല ആള്. സ്തോത്രം. ഇത്രയും കാര്യം നമുക്ക് നമ്മുടെ ഉള്ളിലൊന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് ടെൻഷൻ മാറി കിട്ടിയത്. നമുക്ക് ചിലരൊക്കെ സഹിക്കാൻ ഒക്കത്തില്ലല്ലോ, അല്ലേ? ദൈവത്തിൽ നിന്നല്ലാതെ ആർക്കും അറിയാനില്ല. ഓക്കെ, അത്രയില്ല, നമ്മുടെ ഇത്രേ ഉള്ളു പരിധി. താഴോട്ട് വായിക്കാം. മണവാട്ടിയുള്ളവൻ മണവാളനാകും, മണവാളന്റെ സ്നേഹിതനോ ഇന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ആത്മപൂർണന്റെ മറുപടിയാ. ശിഷ്യന്മാർക്ക് ഇത് ഉൾക്കൊള്ളാൻ ഒത്തില്ല. അനേക നേതാക്കന്മാരെ ട്രാപ്പിലാക്കിയത് ഈ ശിങ്കിടികളാ. മനസ്സിലായോ? മറ്റോനിപ്പം കേട്ടോ, അടുത്ത ലക്ഷം എന്തൊക്കെ ആവും നമുക്കറിയത്തില്ല. അപ്പോഴത്തേക്ക് നമ്മൾ വങ്ങളാവും. സിമ്പിൾ മറുപടിയാ. ഞാൻ പറയട്ടെ, ദൈവത്തിൽ നല്ല ആർക്കും ഒന്നും കിട്ടുന്നില്ല. സ്പിരിറ്റ് ഫിൽഡ് മാന്റെ മറുപടിയാ. ഓക്കെ, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ ടെൻഷൻ ഇരിക്കുമ്പോൾ ഇവത്തിൽ ഒരു കളി നടത്തി പരീക്ഷന്മാര് എന്ത് ചെയ്യുന്നറിയാമോ? അവര് പ്രൊജക്ട് ചെയ്യാൻ തുടങ്ങി. ഇന്നലെ ഇവിടെ ഒരു 50 ഉണ്ടായിരുന്നു കേട്ടോ, മറ്റേടത്ത് 25 ഉണ്ടെന്ന്. എന്താണ് ഇങ്ങനെ ഇത് പബ്ലിക്കിൽ രണ്ടുപേരെ തമ്മിൽ അടുപ്പിക്കാൻ അങ്ങനെ ചിലർക്കൊരു കൃപയുണ്ട്, അല്ലേ? അയ്യോ, ചിലരൊക്കെ പക്ക ടോർപ്പിഡോകളാണ്. ഫോൺ ചെയ്യുമ്പോ തന്നെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ, അല്ലേ? ഫോൺ ചെയ്ത വല്ല അറിഞ്ഞായിരുന്ന അച്ഛാ? ഇല്ല, എന്നെ അല്ല ചോദിച്ചെന്നേ ഉള്ളൂ. എങ്ങും എത്തും പിടിയും കൊടുക്കത്തുമില്ല പരീക്ഷന്മാരത്. അവരുടെ സ്പിരിറ്റ് കണ്ടോ? യോഹന്നാൻ സ്നാപകനെയും കർത്താവിനെയും കൂടെ ഇളക്കാൻ, കാരണം രണ്ടുപേരും അടുത്തടുത്താണ് മിനിസ്റ്റർ ചെയ്യുന്നത്. യോഹന്നാന്റെ ശിഷ്യന്മാർ ഓൾറെഡി ടെൻഷൻ ആയി കഴിഞ്ഞു. മുതലെടുക്കുകയാണ്. മുതലെടുത്തിട്ട് ഈ എവിടെയാണ് കൂടുതൽ സ്നാനം നടക്കുന്നത്, ഇങ്ങനെയുള്ള സ്കോർ ബിൽഡപ്പ് ചെയ്ത് പബ്ലിക് ഇഷ്യൂ ആക്കുക. എനിക്കെന്നെ ഭയങ്കരമായി സ്വാധീനിച്ചൊരു വാക്യമാണ്. ജീസസ് ജസ്റ്റ് ലെഫ്റ്റ് ദ പ്ലേസ്. That is the spirit of Christ. Praise the Lord. No argument, no clarification, no nothing. He just left. Follow Jesus. Praise the Lord. അല്ലാതെ പത്രോസ് നീ ഒന്ന് പോയി പറഞ്ഞേ, എടാ ഞാനാണ് മസിയ, അവനെ കഴിഞ്ഞു. Praise the Lord. അല്ലാതെ രണ്ട് ഒരിക്കുക, ഒരു ഇന്റർവ്യൂ കൊടുക്കുക, മറ്റൊരു കൊടുക്കുക, പൊട്ടിക്കുക, എന്തൊക്കെയാണ് നീ കാണിക്കുന്നത്? ജീസസ് ആണ് വാസ്തവത്തിൽ അവിടെ നിൽക്കേണ്ടതല്ലേ? But the master left. What a humility. യോ, ഇത് ക്രിസ്തുവിനെ കാണുക. ഈ ലൈഫ് നമ്മുടെ അകത്ത് വന്നാൽ ഒരു ടെൻഷനില്ല. ശിഷ്യന്മാരോട് ചോദിച്ചോ, നമുക്കെല്ലാം കൂടി ഇന്ന് വൈകിട്ടൊന്ന് കൂടണം കേട്ടോ, നമുക്കൊന്ന് ചിന്തിക്കണം ഈ വിഷയത്തെ കുറിച്ച്, നമ്മുടെ ഭാവി പരിപാടികളെ കുറിച്ച്. No, he is connected with this Father. Praise the Lord. Hallelujah. സ്തോത്രം. നിക്കക്കള്ളി ഇല്ലാതെ പോയതല്ല കേട്ടോ. നിക്കക്കള്ളി ഇല്ലാതെ സ്ഥലം വിട്ടേച്ച് ഞാനങ്ങ് മാറിയെന്നേ ഉള്ളു കേട്ടോ എന്നൊക്കെ പറയുന്ന പുള്ളികളൊക്കെ ഉണ്ട്. ഇതങ്ങനല്ല. യേശുവിനെ അനുഗമിക്കുവാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. എന്ത് പാടല്ലേ? ഈഗോ പ്രശ്നമില്ല, ഒന്നുമില്ല. ജീസസ് ഈസ് ദ മസ്സായ. അത് ജോൺ ദ ബാപ്റ്റിസ്റ്റിനും അറിയാം. ഒരു ടെൻഷൻ ഡിഫ്യൂസ് ചെയ്യാൻ ഒരാത്മീകനുണ്ടെങ്കിൽ just leave. അതിന് ക്ലാരിഫിക്കേഷൻ ഒന്നുമില്ല. I am leaving the place. കഴിഞ്ഞല്ലോ. ഇനി പരീക്ഷ എന്തോ കൊടുക്കും?
ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ഇത് കയറട്ടെ. നമ്മുടെ അകത്ത് ജീസസിന്റെ നേച്ചർ കയറട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മാഞ്ചസ്റ്ററിലോ ലിവർപൂളിലോ അടുത്തടുത്ത് 2 സഭയുണ്ടെങ്കിൽ ടെൻഷനായി. വാസ്തവത്തിൽ അത് ജോയ് ആണ് വരേണ്ടത്. പക്ഷെ എന്തായി? ടെൻഷനായി. ജീസസിന്റെ സ്വഭാവം ആർക്ക് വരും? ഐ ടെൽ യു, ഇതിനകത്ത് മെച്യൂർ ആൾ. ഓക്കെ ബ്രദർ, വി ഗോ 5 miles ഡൗൺ. അതാണ് ജീസസിന്റെ നേച്ചർ. ഹല്ലേലൂയ. ഇനി രണ്ടാമത്, ആ 3-ാം വാക്യത്തിൽ, യഹൂദ്യ വിട്ട് ഗലീലയിലേക്ക്. യഹൂദന്മാർ അങ്ങനെ ഗലീല എന്ന് പറയുന്ന വടക്കുള്ള ദേശമാണ്, പാലസ്റ്റൈൻ. അവിടെ പോകണമെങ്കിൽ യൂഷ്വലി നേരെയുള്ള വഴി പോവില്ല. They will go around. അതിന്റെ കാരണം നടുക്കാണ് സമേറിയ. പക്ഷെ ജീസസിനെ കുറിച്ച് 4-ാം വാക്യം പറഞ്ഞു, അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞ നിയോഗമാണ്. അപ്പൊ ഇവിടെ ഒരു വിഷയം പറയാം. ശമരിയക്കാരാരാണ്? Do you know who are the Samaritans? യഹൂദന്മാർക്ക് യാതൊരു ഫെലോഷിപ്പും അവരുമായിട്ടില്ല. ബിക്കോസ് ദേ ആർ നോട്ട് പ്യുവർ ജ്യൂസ്. പണ്ട് കാലത്ത് അസീറിയക്കാർ യഹൂദന്മാരെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് അസീറിയൻസ് ഒരുപാട് വന്ന് ഇവിടെ താമസിപ്പിച്ച് ഇവിടുത്തെ ഒത്തിരി പേരെ അവിടെ കൊണ്ട് അങ്ങനെ അസീറിയക്കാരുമായി ഇന്റർമാരേജസ് മിങ്കിൾഡ് വന്ന ഒരു യഹൂദന്റെ കാഴ്ചപ്പാടിൽ ഇംപ്യൂർ ആയിട്ടുള്ള ഒരു റേസ് ആണ് സമാരിറ്റൻസ്. യഹൂദന്മാർക്ക് അശുദ്ധരാണവർ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മള് കൂടിയ എന്താ പാരമ്പര്യ ഏതാ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കത്തില്ലേ? അവിടെ അങ്ങനെയുള്ളവരൊക്കെയാണ്. എങ്ങനെയുള്ളവർ? ആത്മപൂർണ്ണൻ കണ്ടു. He had to go to Samaria. കാലഘട്ടത്തിലെ ഒരുത്തനും പോകത്തില്ല. കാരണം എന്താ? അശുദ്ധ. സ്പിരിച്വൽ മാൻ പറയാം. കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് പൊട്ടിച്ചു, തീണ്ടലുകൾ പൊട്ടിച്ചു. ഇവിടെ പാത്രത്തിൽ നിന്ന് കുടിക്കാനാ പറഞ്ഞ വെള്ളം ഉണ്ടോ? What a ministry, what a life. This is the life of Jesus. ഇന്നും ഉണ്ട്. എല്ലാവരും കുടിച്ച വെള്ളമാണോ? മറ്റൊരു വല്ലതും കുടിച്ചതാണോ? അങ്ങനെ ചില വീടുകളിൽ പ്രത്യേക ഗ്ലാസ് വെച്ചിട്ടുള്ള പുള്ളികളുണ്ട്. ഇവർക്ക് ജീസസുമായിട്ട് എന്തോ ബന്ധം? ചായനോമയ്ക്കും കുടിക്കാൻ പ്രത്യേക ഗ്ലാസ്. മറ്റ് ചിലര് വരുമ്പോൾ പിന്നെ ഈ പാരമ്പര്യ ക്രിസ്ത്യാനിയാന്നൊക്കെ പറയുന്നവരോട് ഞാൻ സ്നേഹത്തിലൊരു കാര്യം പറയാം. നമ്മളൊക്കെ ഹിന്ദുസ്ഥാൻകാരാകട്ടോ. കുറച്ച് തലമുറയ്ക്ക് അപ്പുറം നമ്മളെല്ലാം ഹിന്ദുക്കളായിരുന്നു. സത്യമതല്ലോ? കുടുംബ ചരിത്രം എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ട്. ഇത് എഴുതി വരുമ്പോൾ ഒരു ഇടം വരുമ്പോ നമ്മൾ നിൽക്കും, അതിനപ്പുറത്ത് ചെകയരുത്. ചെകഞ്ഞാൽ വിഷയമാണ്. എവിടെയൊരു കൂടി ഒരു പുള്ളിയെ കാണാം, അവിടെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കാരണം അത് കഴിഞ്ഞാൽ വേറെ താഴ്വരയുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പൊങ്ങച്ച ഒന്നും എടുക്കരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജീസസിനെ അനുഗമിക്കുകയാണെങ്കിൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വിഷയമല്ല. ഐ വിൽ ഡു ദ ഫാദേഴ്സ് വിൽ. ആ പാത്രത്തിൽ നിന്ന് കുടിക്കുമോ? ഐ വിൽ ഡു ഇറ്റ്. കാലഘട്ടത്തിൽ തോർക്കും. നമുക്കെല്ലാം വിഷയം ഇതല്ലയോ? നിങ്ങളുടെയൊക്കെ സഭയിൽ ഇപ്പൊ എല്ലാരും മറ്റോരൊക്കെയാണോ? നമുക്ക് അതാ വിഷയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Jesus is no problem. He's so free. എന്താ കാര്യം? only one goal. ഫാദർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? എനിക്ക് ഫാദറിനെ പ്രസാദിക്കണം. നാട്ടുകാരെന്തോ പറഞ്ഞു, ശമരിയ വഴി പോയി, അതൊന്നും വിഷയമല്ല. ഹല്ലേലൂയ. ഇതുപോലെ ഒരു സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ടോ? ഇത് ക്രിസ്ത്യൻ ലൈഫ് എത്ര മനോഹരമാണ് അല്ലേ? ദൈവം പറയുന്നത് പോലെ ദൈവം പറയുന്നത് പക്ഷെ എങ്ങനെ ഈ ആലോചന മുഴുവൻ ജീസസിനെ നോക്കിയാൽ മതി. ജീസസ് എന്താ ചെയ്ത അതാണ് ആലോചന. വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു.
വചനം ഒരു മനുഷ്യന്റെ തൊക്കുകളെല്ലാം കൂടി ഇട്ട് നമ്മുടെ മുൻപിൽ കൂടെ നടത്തി. വചനം ലൈവായി. ജീസസിനെ ശ്രദ്ധിക്ക്, ദൈവാലോചന അവനില്ല. We have the written word and we have the living word. Follow Jesus Christ. സ്തോത്രം. ഇങ്ങനെ ജീസസ്, ഞാനിപ്പം ഇങ്ങനെ പുറമെ വന്നതിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ, നിങ്ങൾ മത്തായി തൊട്ട് വീട്ടിൽ ചെന്ന് വായന തുടങ്ങണം. ഒരു നോട്ട്ബുക്ക് കൂടെ കാണണം. ജീസസിന്റെ ഇത് വരുമ്പോൾ സ്റ്റാർട്ട് റൈറ്റിംഗ് നോട്ട്സ്. ആത്മാവിനോട് ചോദിക്കണം, ഓ ജീസസ് എന്താ അങ്ങനെ ചെയ്ത്, എന്തുകൊണ്ട് ജീസസ് അങ്ങനെ പറഞ്ഞേ, നമ്മളതിനെ അങ്ങനെ പറയത്തില്ലല്ലോ. ഉടനെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ആ ടീച്ചിങ് തരും. എഴുതിയിടണം. വേറൊരു സീനിയറായി മെച്ചുറായിട്ട് ദൈവദാസനുമായിട്ട് നിങ്ങൾ കൺസൾട്ട്, പക്ഷേ എനിക്ക് ഇങ്ങനെയാണ്, അത് ശരിയാവുമോ? അപ്പോൾ മെച്ചുറായിട്ടുള്ള ഒരാൾ നിങ്ങളെ ഗൈഡ് ചെയ്യും. സ്തോത്രം. നിങ്ങളുടെ സ്വന്തം ചിന്തയല്ല, ദൈവാത്മാവ് തന്നതാണെന്ന് നിങ്ങൾക്കത് ബോധ്യമാക്കി തരും. അങ്ങനെ പഠിക്കുന്നത് ആത്മാവിനെ ചോദിക്കണം. ആത്മനിറവിൽ ജീവിക്കണം. കുടുംബജീവിതം മാറും. ടോട്ടൽ മാറും. സകലതും മാറും. കുടുംബജീവിതത്തിലെ ഒരു വലിയ പ്രശ്നം ഞാൻ പറയാം. ചെറുക്കനും പെണ്ണും കൂടെ കല്യാണം കഴിച്ച് ഈ കുടുംബം മുഴുവനും കൂടെ കല്യാണം. മയപ്പനിങ്ങനെ പറഞ്ഞു, മയമ്മ അങ്ങനെ പറഞ്ഞു, അപ്പനിങ്ങനെ പറഞ്ഞു. ചെറുക്കനും പെണ്ണും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പ്രശ്നമാർക്കാ? അതാണ് ഇതെല്ലാം കൂടെ കഴിച്ചു നിൽക്കുന്നു. ഡോണ്ട് ബി ഇൻഫ്ലുവൻസ്ഡ്. ജീസസിന്റെ സ്വഭാവമാണ്. എനിക്കും എന്റെ ഭാര്യയ്ക്കും ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിക്കാൻ നോ ഇൻഫ്ലുവൻസ്. ഹല്ലേലൂയ. എല്ലാത്തിന്റെ അകത്തെ ആൻസർ ഇറ്റ് ഈസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ ഈ കാലങ്ങൾ മുഴുവനും മിസ് ചെയ്തത് ഈ ലൈഫാണ്. ഹല്ലേലൂയ. ഏറ്റവും അവസാനം ഞാൻ ഇങ്ങനെ പറഞ്ഞു നിൽക്കാം, ആത്മാവിനെ പ്രാപിക്കണം, അല്ലെങ്കിൽ ഇതൊരു സ്വപ്നമായി മാത്രമിരിക്കും. The Holy Spirit will come upon you in power. ഈ പവർ എന്ന് പറയുന്നത് തന്നെ, see, I agree that ഇപ്പം ആദ്യമായിട്ടൊക്കെ ഒരു പവർ വരുമ്പോൾ കുറെ മാനിഫെസ്റ്റേഷൻ, ഷേക്കിംഗ് ആൻഡ് these things can happen. പക്ഷെ പവർ എന്ന് പറയുന്നത് ആക്ച്വലി ഇന്നർ മാനിനുള്ള പവറാണ്. അകത്തെ മനുഷ്യനാണ് ഈ ശക്തി. അപ്പൊ ഞാൻ ഇവിടെ കിടന്ന് ഇടിച്ചിങ്ങനെ വിപാഷയുടെ ഭയങ്കര പവറാണ്. ഓക്കെ, മാനിഫെസ്റ്റേഷൻ വന്നത് എന്തിനാണെന്നറിയാമോ? എന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താനാണ്. പുറത്തെ മാനിഫെസ്റ്റേഷൻ മാത്രം പവർ കാണിച്ചിട്ട് അകത്ത് ഇതുപോലെ ജീവിതം ജീവിക്കാനുള്ള പവർ എനിക്കില്ലെങ്കിൽ ഇറ്റ് ഡസന്റ് ബെനിഫിറ്റ് മീ. അവിടെ നിങ്ങൾ കർത്താവേ എന്റെ അകത്തെ മനുഷ്യൻ ബലഹീനൻ, എനിക്ക് ഇങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട്, അങ്ങേ കാണുമ്പോൾ ഇതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ശമരി വഴി പോകണം, അങ്ങ് അയക്കുകയാണെങ്കിൽ അതുവഴി പോകണം, കൾച്ചറൽ ബാരിയേഴ്സ് ഒക്കെ മാറ്റി എനിക്ക് സ്നേഹിക്കണം ആളുകളെ. ഇന്നാര് എന്ന് പറഞ്ഞ വിഭാഗീയ ചിന്തയില്ലാതെ എനിക്ക് ആളുകളെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും എന്റെ ട്രഡീഷൻ അങ്ങനല്ല. കർത്താവേ എനിക്ക് അതിന്മേൽ കൃപ തരണമേ, ആത്മാവിന്റെ ശക്തി തരണമേ. പവർ വിൽ കം നിങ്ങളുടെ ഉള്ളിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. I'll tell you, ഞാൻ പോയി എല്ലാവരും കഴിക്കുന്ന പാത്രം കഴിക്കുന്ന ആളാണ്. ഞാൻ ശുശ്രൂഷിച്ച ചർച്ചിൽ എല്ലാ വിഭാഗത്തിൽ നിന്നൊക്കെ ഉള്ളവർ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെയൊക്കെ ഞാൻ ഐ ഗോ ദേർ, ഈവൻ ഇപ്പോഴും ഉണ്ട്. ഐ ഗോ ദേർ, അവിടെ പാത്രത്തിൽ കഴിക്കുക, അവരുടെ കൂടെ സഹകരിക്കുക. എനിക്ക് എന്താ, ഞാൻ ഇത് ഉണ്ടാക്കുമൊന്നുമല്ല. ഐ ഹാവ് നോ പ്രോബ്ലം. ഞാൻ ഒരു മിടുക്കനാവുണ്ടല്ല. I saw Jesus. It brings such deliverance. Hallelujah. സ്വതന്ത്രം. കർത്താവേ, ഈ കച്ചവടമൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കണം, പിന്നെ എനിക്ക് പേടിയാണ്. കർത്താവേ, ask the Lord, the power of the Holy Spirit will come. Hallelujah. Praise the Lord. ഞാൻ ഇങ്ങനെയുള്ള സംഘടനകളിൽ എന്നെ യോഗത്തിന് വിളിച്ച് ഞാൻ കയറി നിന്ന് ആത്മാവ് എനിക്ക് തന്ന ദൂത് പക്ക വിളിച്ചു പറഞ്ഞു. Praise the Lord. Hallelujah. ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചില കൺവെൻഷൻസിന് ഗോസ്പൽ പറയുന്നത് ജീസസ് ഈസ് ദി ഹോളി ഗാഡ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കട്ടെ ഇപ്പൊ ചിലപ്പോൾ ആടി വീഴുമായിരിക്കും. പക്ഷേ ട്രെമൻഡസ് ആയിട്ടുള്ള പവറാണ് നമുക്കന്ന്. അന്നേരം കൊന്നെന്ന് പറഞ്ഞ വിഷയമല്ല. ഇറങ്ങിക്കഴിയുമ്പോഴേ നമ്മൾ ഓർക്കുന്നുണ്ട് ഞാനിതെങ്ങനെ
It's the power of God. അകത്തെ മനുഷ്യരെല്ലാം ഫിയറാണ് മാറും. ദൈവം ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. യേശുവിനെ പോലെ ജീവിക്കാൻ we need the power of the Holy Spirit എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മേൽ വന്ന അതേ ആത്മാവാണ് നമുക്ക് തരുന്നത്. അല്ലാതെ പരിശുദ്ധാത്മാവ് 2-3 വെറൈറ്റി ഒന്നുമില്ല. ജീസസ് അനുഭവിച്ച് ജീസസിന്റെ കൂടെയായിരുന്ന, ജീസസിനെ ജയോത്സകരമായി നടത്തിയ സെയിം Holy Spirit, God the Holy Spirit will be in you, will be with you, will be on you. Hallelujah. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാം. Hallelujah. 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 ഈ 2 ദിവസം യേശുവിന്റെ കൂടെ ഇരിപ്പാൻ നമുക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. ഞാൻ നിങ്ങളുടെ കൂടെ എൻജോയിങ് ബിക്കോസ് ഓഫ് ജീസസ്. യേശു നമ്മുടെ നടുവിലുണ്ട്. പരിശുദ്ധാത്മാവാണ് ഇവിടെ വ്യാപരിച്ചെന്ന് ഉള്ളതിൽ എനിക്ക് ഒരു സംശയവുമില്ല. Where the Holy Spirit is there, there Jesus will be lifted up. നമ്മുടെ എല്ലാത്തിന്റെയും കേന്ദ്ര വിഷയം ജീസസ് ക്രൈസ്റ്റ്. അവിടുന്ന് നമ്മളെ രക്ഷിപ്പാൻ കടന്നു വന്നതോർത്ത് സ്തോത്രം ചെയ്യാം. അവിടെ നമുക്ക് മാതൃകയായി വന്നതോർത്ത് സ്തോത്രം ചെയ്യാം. ഈ സമയത്ത് എല്ലാവരും കണ്ണടച്ച് സ്തുതിക്കാൻ തുടങ്ങണം. നിങ്ങൾ നിങ്ങളെ നോക്കിയാൽ നിങ്ങൾ ബലഹീനരാണ്. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുവാൻ ഇന്ന് പകൽ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞാൽ, കർത്താവ് എന്റെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെയും ഇതുപോലെ ഒരു ക്രിസ്ത്യൻ ലൈഫ് ജീവിപ്പാനുള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്ന് വായ തുറന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ. എനിക്ക് അതിനുള്ള ദൈവകൃപ തരണമേ. സഹോദരിമാരത് പറഞ്ഞാട്ടെ, സഹോദരന്മാരത് പറഞ്ഞാട്ടെ, കുഞ്ഞുങ്ങളത് പറഞ്ഞാട്ടെ. സ്തോത്രം. ജലസി ഇല്ലാത്ത ചില ഇടങ്ങളിൽ നിന്ന് പോകണമെങ്കിൽ യാതൊരു ഈഗോ പ്രോബ്ലം ഇല്ലാതെ, ക്ലാഷ് ഇല്ലാതെ പോകത്തക്കവണ്ണം ഉള്ള ദൈവത്തിന്റെ ശക്തി എനിക്ക് തരണമേ. ആളുകളുടെ ഇൻഫ്ലുവൻസിൽ വരാതെ, ക്രൗഡുകളുടെ ഇൻഫ്ലുവൻസിൽ വരാതെ, വഴിതെറ്റിക്കുന്ന ട്രാപ്പുകളിൽ നിന്ന് കർത്താവെ നോ പറയാനുള്ള ഒരു വലിയ ദൈവകൃപ എനിക്ക് തരണമേ. നിങ്ങളിൽ ചിലർക്ക് നോ പറയാൻ ശക്തിയില്ല അല്ലേ? ചില ആളുകൾ പറയുമ്പോൾ, ചില വിഷയങ്ങൾ വരുമ്പോൾ പറയണമെന്നുണ്ട്. പക്ഷേ ആളിനെ കാണുമ്പോൾ വരത്തില്ല എന്ന് പറയാൻ, പറ്റത്തില്ലെന്ന് പറയാനുള്ള ശക്തി ഇല്ലെങ്കിൽ ഇപ്പോൾ പറ, കർത്താവേ എന്റെ ഉള്ളിൽ, എന്റെ അന്തരാത്മാവിൽ എനിക്കൊരു ദൈവകൃപ തരണമേ. Fill me today with your spirit, Jesus. എനിക്ക് അങ്ങയെ പോലെയാകുവാൻ എന്റെ ഉള്ളിൽ വാഞ്ചയുണ്ട്. പക്ഷേ എനിക്കതിനുള്ള ശക്തിയില്ല, എനിക്കതിനുള്ള തന്റെ ഇടമില്ല. നിന്റെ ആത്മാവിനാൽ ഇന്ന് പകലിനെ നിറയ്ക്കണമേ കർത്താവേ. വായ തുറന്ന് പറഞ്ഞാട്ടെ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുവാൻ യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കലത്തെ ദിവസം യേശു നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞത്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും എന്നുള്ള ദൈവത്തിന്റെ വചനം ദാഹിക്കുന്ന ആളുകളുടെ മേൽ ഇന്ന് പകൽ അത് സംഭവിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചതാണ്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നമ്മളെ അനുരൂപമാക്കാന്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും എന്താണ് നന്മ? യേശുവിന്റെ സ്വഭാവത്തോട് ഞാൻ അനുരൂപമുണ്ട്. ഇവിടെയുള്ള കർത്തൃദാസന്മാരുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ട്. നമ്മുടെ ഇടയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ, വേണ്ട മാനസിക വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങൾ, ആ നിലയിൽ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ഉള്ള മാതാപിതാക്കളുണ്ട്. ഞാൻ ഈ വചനത്താൽ നിങ്ങളോട് പറയാം, നമ്മൾ ഒരിക്കലും ദൈവത്തെ പഴി പറയണ്ട. God wants to take glory. മറ്റാർക്കുമില്ലാത്ത കമ്പാഷൻ എന്ന സ്വഭാവം നിങ്ങളുടെ അകത്ത് എങ്ങനെ വന്നെന്നറിയാം? ഈ ഒരു കുഞ്ഞ് നിങ്ങൾക്കുള്ളതുകൊണ്ട്. ജീസസിന്റെ കമ്പാഷൻ മറ്റാരേക്കാളും നിങ്ങളുടെ അകത്ത് വരാൻ കാരണമെന്താ?
ഇങ്ങനെയുള്ളവരെ കരുതുന്ന ഒരു കരുതൽ നിങ്ങളുടെ അകത്ത് വരാൻ മറ്റാളുകളോട് പറഞ്ഞാൽ അവർക്ക് വരത്തില്ല. പക്ഷെ നിങ്ങൾ അത് നന്മയ്ക്കായി കൂടി വ്യാപരിച്ചത്. Ultimately God's purposes that you must be conformed to the nature of his son Jesus. Hallelujah. മാനുഷികമായി തീർച്ചയായിട്ടും പ്രയാസമാണ്. പക്ഷേ അതിന്റെ നടുവിൽ ഇന്ന് നിങ്ങൾക്ക് ഈ വെളിപ്പാട് കിട്ടണം. ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ കുഞ്ഞിനെ എനിക്ക് ദാനമായി തന്നത് എന്റെ പിതാവാണ്. ഹല്ലേലൂയ. അതെന്റെ സ്വഭാവം കുറച്ചുകൂടെ ജീസസിന്റെ സ്വഭാവം പോലെ ആകാനാണെങ്കിൽ ഐ പ്രൈസ് ദ ലോർഡ്. ആ ചിന്ത വരുമ്പോൾ തന്നെ നിങ്ങൾ സ്വതന്ത്രമായി, നിങ്ങൾ ഫ്രീ ആയി. നമ്മൾ ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്ന സഭ ഒരുമിച്ച് ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാം. ഈ മാതാപിതാക്കൾക്ക് ദൈവം പ്രത്യേക കൃപ കൊടുക്കുവാൻ, അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ, അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിപ്പാൻ, അവരെ വളർത്തിയെടുക്കുവാൻ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഉണ്ടായ കുഞ്ഞുങ്ങൾ 3 പേരിൽ 2 പേരും വൈകല്യമുള്ള കുഞ്ഞുങ്ങളായി ജനിച്ച ഒരു അമ്മ, വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഭയങ്കര സ്കോപ്പ് ഉണ്ടായിരുന്ന ഒരു സഹോദരി, അവരെ 2 പേരെയും വളരെ കെയർഫുള്ളായി സൂക്ഷിച്ച് കരുതി വളർത്തി. വിദേശ രാജ്യത്തിൽ നിന്ന് അവിടെ കൂടെ പഠിച്ച ഒരാൾ കടന്നു വന്ന് ഒരു ദിവസം നോക്കിയപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി. ഒരു കുഞ്ഞ് വോമിറ്റ് ചെയ്യുമ്പോൾ അത് എല്ലാം ക്ലീൻ ചെയ്യും, അപ്പോഴത്തേക്ക് അടുത്ത കുഞ്ഞ് വോമിറ്റ് ചെയ്യും, അത് പോയി ക്ലീൻ ചെയ്യും, അപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വിദേശത്ത് വന്ന സഹോദരി ചോദിച്ചു, നീ ആരാകണ്ടില്ല, നീ ഇങ്ങനെയായി പോയല്ലോ. ഈ സ്ത്രീ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ദിസ് ഈസ് മൈ മിനിസ്ട്രി. അവർ ഹാർട്ട് ബ്രോക്കൺ അല്ലായിരുന്നു. വാട്ട് എ മദർ, വാട്ട് എ മദർ. നിങ്ങൾക്ക് പ്രേരണയുണ്ടോ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് ദൈവം കൃപ കൊടുക്കണം. കൃപ കൊടുക്കും. കൃപ അവരുടെ മേൽ വന്നു കഴിയുമ്പോൾ അവർ മാറും. ഹല്ലേലൂയ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇവിടെയുള്ള കർത്തൃദാസൻ ഞങ്ങളെല്ലാം നിങ്ങളുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കൊന്ന് മുന്നോട്ട് കടന്നു വരാൻ ഒക്കുമെങ്കിൽ we like to pray for you and with you. Parents who are facing such troubles, if you can come forward, not necessary, ഞങ്ങൾ അല്ലെങ്കിലും പ്രാർത്ഥിച്ചോളാം, not necessary, but if you are willing to come forward, we like to pray with you and pray for you that God will give you a grace abounding. Hallelujah. Please come, please come, please come, please come. ഇവിടെയുള്ള ദൈവദാസന്മാരെല്ലാവരും വന്നാട്ടെ. സ്തോത്രം. We will pray for them. Sisters ഉണ്ടോ, ബ്രദേഴ്സ് ഉണ്ടോ? Please come, please come, please come. We like to pray. Pray for you. ഇനി ആളുകൾ വരാനുണ്ട്, ഇവിടെ വന്ന് മുന്നേ നിൽക്കാം, മുന്നേ നിൽക്കാം, മുന്നേ നിൽക്കാം. I want to tell you, God loves you. സ്തോത്രം. ഒരിക്കൽ പോലും ഇത് എന്റെ കുറ്റമാണോ, ആരുടെ കുറവാണ്, ബന്ധനമാണോ, ശാപമാണോ, അതൊക്കെ നമ്മൾ ആ നിലയിൽ ചിന്തിക്കുന്നുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്റെ പപ്പ നല്ല പപ്പയാണ്. യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാൻ അവിടുന്ന് ഇത് അനുവദിച്ചു. ഞാൻ ഒരു കാര്യം പറയാം, ഏത് ഭാരമുള്ള വിഷയം തന്നാലും അതിനുള്ള കൃപയുടെ തമ്പുരാൻ തരും. താങ്ങാൻ ഒക്കുന്നതിൽ അപ്പുറമായി ഒന്നും അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ജനമെല്ലാം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഈ സമയത്ത് കർത്തൃദാസന്മാർ ഇവരുടെ മേൽ കരം വെച്ചാട്ടെ. എല്ലാവരുടെ മേലും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മേലും കരം വെച്ചാട്ടെ. എല്ലാ കർത്തൃദാസന്മാരും പ്ലീസ് നിങ്ങൾ ആത്മാർത്ഥമായി ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. അവർക്ക് ദൈവം കൃപ കൊടുക്കട്ടെ, കൃപ കൊടുക്കട്ടെ. ഇതിനകത്ത് ചിലർ പ്രത്യാശയോടെ അവരുടെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടുമെന്നുള്ള ആ പ്രത്യാശയുള്ളവർക്ക് ദൈവം ആ പ്രത്യാശ പിന്നെയും പുതുക്കട്ടെ. അവരുടെ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. Nothing is impossible with God. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ ദയവായി. Glory, glory. നമ്മൾ ഈ 2 ദിവസം യേശുവിന്റെ പിറകെ സഞ്ചരിക്കുവാനായി we want to follow Jesus. How Jesus had compassion on the people. Hallelujah, hallelujah, hallelujah. സ്വർഗ്ഗപിതാവേ, അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുത്തെ പുത്രന്റെ ആണിപ്പഴുതുള്ള കരം ഈ സമയത്ത് അവരുടെ ശിരസിൽ വെക്കണമേ.
കഴിഞ്ഞ ചില മാസങ്ങളും വർഷങ്ങളുമായി വേദന ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ കർത്താവേ, അവർ അവിടുത്തെ കൃപയിലായതുകൊണ്ട് ഉടയാളവണ്ണം ദൈവം അവരെ സൂക്ഷിച്ചല്ലോ. തുടർന്നുള്ള മാസങ്ങളിൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി അവരുടെ മേൽ പകരപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ അവരിൽ പകരണമേ. ചോദ്യങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ പകരണമേ. വിമർശനങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കൃപ പകരണമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ പകരണമേ. ദൈവസ്നേഹത്തിന്റെ ആഴം അവരെ രുചിച്ചറിയട്ടെ കർത്താവേ. ഈ കൂട്ടായ്മ, ഈ ക്രിസ്തുവിന്റെ ശരീരം അവർക്ക് പകരുന്ന ഈ സ്നേഹം അങ്ങ് അവരെ സ്നേഹിക്കുന്നതാണല്ലോ, അങ്ങ് അവരെ സ്നേഹിക്കുന്നതാണല്ലോ കർത്താവേ. ഇങ്ങനെ ഒരു ശുശ്രൂഷ അവിടുത്തെ ഹിതമായതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഈ മാതാപിതാക്കളെയും അവർക്ക് ദൈവം ദാനമായി കൊടുത്ത ഈ തലമുറയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പുറകെ ഞങ്ങളുടെ ആയുസ് മുഴുവൻ നടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അനുദിനം വർദ്ധിച്ചു വരുവാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ.